ബന്ധം ഒഴിവാക്കലും. അതായത് ഒരു മുസ്ലിമിന് ഈ ലോകത്ത് ആരോടെല്ലാം ബന്ധം ചേർക്കാൻ പറ്റും, അതെങ്ങനെയായിരിക്കണം, ആരിൽ നിന്നെല്ലാം നമ്മൾ ബന്ധം വേർപെടുത്തണം, അതേതൊക്കെ മേഖലയിലായിരിക്കണം. ഇത് നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ട ഒരു അടിസ്ഥാന വിഷയമാണ്. പ്രത്യേകിച്ചും വ്യത്യസ്തമായ മതവിശ്വാസങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും സംസ്കാരവുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു നാട്ടിൽ സത്യവിശ്വാസികൾ മാത്രം സ്വീകരിക്കേണ്ട, ഉൾക്കൊള്ളേണ്ട അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്ന വിശ്വാസവും ആദർശവും സംസ്കാരവും മുറുകെ പിടിച്ച് ജീവിക്കുക വളരെ പ്രയാസമുള്ള ഒരു സംഗതിയാണ്. അതിനാണ് ത്യാഗം എന്ന് പറയുക. ഹുജിബത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്, സ്വർഗം ത്യാഗങ്ങൾ കൊണ്ട് വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് വഴിയില്ല. ആ ത്യാഗങ്ങളിൽപ്പെട്ട ഒന്നാണ് നമ്മൾ ഉൾക്കൊള്ളുന്ന ആദർശം, അതിനോട് വ്യക്തമായി കൂറ് പുലർത്താൻ നമുക്ക് സാധിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വ്യക്തിത്വം ഉണ്ടാകണം. വലാക്കിം വത്തിനു അൻഫുസക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വ്യക്തിത്വം പാലിക്കണം. എന്താ വ്യക്തിത്വം? മനുഷ്യർക്കൊരു സ്വഭാവം, ലാ തക്കുൻ അഹദുക്കും ഇമ്മാ, നിങ്ങളൊരാളും ഇമ്മാഴത്താകരുത് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ആ കൽപ്പന. എന്താണ് ഇമ്മാഴത്ത്? ഇമ്മാഴത്ത് എന്ന് പറഞ്ഞാൽ മഅ എല്ലാവർക്കും അറിയാം, കൂടെ. ആരെ കൂടെയാണുള്ളത്? അവർക്കനുസരിച്ച് നിൽക്കുക. അത് ബഹുദൈവാരാധകരാണെങ്കിലും ബിദ്അത്തിന്റെ ആളുകളാണെങ്കിലും കുഫറിന്റെ ആളുകളാണെങ്കിലും നമ്മൾ ഇടപഴകുന്ന ആളുകൾക്കിടയിൽ അവരുടെ സംസ്കാരവും ആശയവും ഒക്കെ എന്താണോ അതിനോട് നമുക്ക് പ്രത്യേകിച്ച് വിയോജിപ്പും വെറുപ്പൊന്നുമില്ല. അവരെ ഇണക്കവും പ്രീതിയും സമ്പാദിക്കുന്ന രൂപത്തിൽ അഹ്ലുസുന്നത്തിൽ നിന്ന് വ്യത്യസ്തമായി ജീവിക്കുന്ന ആളുകളോട് അടുപ്പം പുലർത്തുക. അങ്ങനത്തെ ആളുകൾക്കാണ് ഇമ്മഅത്ത് എന്ന് പറയുക. ലാ തക്കുൻ അഹദുക്കും ഇമ്മ, നിങ്ങളൊരാളും ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഇമ്മഅത്ത് എന്ന സ്വഭാവം സ്വീകരിക്കാൻ പാടില്ല. ഇമ്മഅത്ത് എന്ന സ്വഭാവം സ്വീകരിക്കുന്ന ആളുകളുടെ പ്രത്യേകത എന്താണ്? അവർ പറയുക, ഫയഖൂൽ, അവൻ പറയും, ഇന്ന അഹ്സനൻ നാസു അഹ്സനു മാഹും, ജനങ്ങൾ നന്മ ചെയ്താൽ ഞങ്ങൾ അവരെ കൂടെ നന്മ ചെയ്യും. അവരെ ഹക്കാണെങ്കിൽ ഞങ്ങളും ഹക്ക്. വൈൻ അസാഉ അസാഉ, അവർ തെറ്റായ വഴിയിലാണെങ്കിൽ ഇവരും തെറ്റായ വഴി പോകും. അപ്പൊ ജനങ്ങൾക്കനുസരിച്ചാണ് ഒരാൾ നന്മ, അല്ലാതെ അള്ളാന്റെ ഇഷ്ടം അനിഷ്ടം എന്നുള്ളതല്ല. നാട്ടിലെങ്ങനെ നാട്ടുകാരെല്ലാവരും ഒരു ഉത്സവത്തിന്റെ പിന്നാലാണെങ്കിൽ ഞാനും കൂടെ നിൽക്കും, ഞാൻ മാത്രമായിട്ട് മാറി നിന്നാൽ മോശമല്ലേ? ആ ഒരു നിലപാട്. നാട്ടുകാരെല്ലാവരും ഒരു നന്മയുടെ വഴിയിൽ നിൽക്കുകയാണെങ്കിൽ അപ്പം അവരെ കൂടെ നിൽക്കും. അപ്പൊ ജനങ്ങൾക്ക് വേണ്ടിയാണ് അവന്റെ ജീവിതം. അതിനാണ് അറബിയിൽ ഇമ്മഅത്ത് എന്ന് പറയാതെ പാടില്ല. വലാക്കിൻ വത്തിനു അൻഫുസക്കും, നിങ്ങൾ വ്യക്തിത്വം പാലിക്കണം. വ്യക്തിത്വം പാലിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ അഹ്സനൻ നാസു ഫഅഹ്സിനു മാഹും, ജനങ്ങൾ നന്മയിലാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ കൂടെ നന്മ ചെയ്യാം. വൈൻ അസാഉ, അവർ തിന്മയാണ് ചെയ്യുന്നതെങ്കിലോ അവരിൽ നിന്ന് വിട്ടു നിൽക്കണം. ഫജ്തനിബു അൻഹും, അവരിൽ എന്ത് ചെയ്യണം? മാറി നിൽക്കണം. ആ ഒരു നിലവാരത്തിൽ വ്യക്തിത്വം പുലർത്തണം. അപ്പോൾ ഒരു ഇസ്ലാമികമായി ആദർശവും സംസ്കാരവും ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യൻ, ഒരു മുസ്ലിം, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏതെല്ലാം വിഷയങ്ങളിൽ ബഹുദൈവ ആരാധകരിൽ നിന്നും ബിദ്അത്തിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കണം എന്നുള്ള പ്രധാനപ്പെട്ട ചില മേഖലകളാണ് ഷെയ്ഖ് സ്വാലിഹ് ഫൗസാന്റെ അൽ വലാഉ വൽ ബറാഉ ഫിൽ ഇസ്ലാം എന്ന ഗ്രന്ഥത്തെ ആസ്പദിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അത് ഞാനൊന്ന് അതിന്റെ തലക്കെട്ടുകൾ മാത്രം പറയാം. ഒന്ന്, വസ്ത്രധാരണത്തിലും സംസാര ശൈലിയിലും വ്യവഹാരങ്ങളിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കാഫറുകളോട് താദാത്മ്യം പുലർത്താൻ പാടില്ല, സാദൃശ്യം ഉണ്ടാകാൻ പാടില്ല. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ഒരാൾ ഒരു ജനതയോട് സദൃശ്യം പുലർത്തിയാൽ അവരുടെ കൂട്ടത്തിൽ പെടും. മനസ്സിലായില്ല? അപ്പൊ അവര് നടക്കുന്ന പോലെ നടക്കുക, അവരുടെ സംസ്കാരം സ്വീകരിക്കുക. മറ്റൊന്ന്, അവരുടെ നാട്ടിൽ അവരുടെ ആദർശം തിങ്ങി നിൽക്കുന്നിടത്ത് സ്ഥിരമായി താമസിക്കാൻ താല്പര്യപ്പെടുക. ഇസ്ലാമിന് ഉൾക്കൊള്ളാവുന്ന ഒരു നാട്ടിലേക്ക് പോകാൻ സൗകര്യം ഉണ്ടെങ്കിലും അത് സ്വീകരിക്കാതിരിക്കും. ഇസ്ലാമിനെ പണയം വെച്ച് ജീവിക്കേണ്ട ഒരു നാട്ടിൽ ജീവിക്കുക എന്നുള്ളത് പാടില്ലാത്തതാകുന്നു. കാരണം അള്ളാഹ് ചോദിക്കും, നിനക്ക് ഇസ്ലാം ഉൾക്കൊണ്ട് ജീവിക്കാൻ ലോകത്ത് വേറെ സ്ഥലം ഉണ്ടായിരുന്നില്ലേ, ഭൂമി വിശാലമായിരുന്നില്ലെന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് ഉത്തരം പറയാൻ കഴിയില്ല. സൂറത്തു നിസായിലെ 97, 98 ആയത്തുകൾ അതിന് തെളിവായിട്ട് നമ്മൾ വായിച്ചു. പിന്നെ വിനോദയാത്രയ്ക്ക് വേണ്ടി കാഫറുകളുടെ രാജ്യത്തേക്ക് യാത്ര പോവുക, ദുനിയാവിന്റെ ആസ്വാദനങ്ങൾക്ക് വേണ്ടി, അത് പാടില്ല. ഇത് ചികിത്സ പോലുള്ള കാര്യങ്ങൾക്ക് ഇളവുണ്ടെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതല്ലാത്ത യാത്രകൾ. മറ്റൊന്ന്, മുസ്ലിങ്ങൾക്കെതിരെ നീങ്ങുന്ന സംഘങ്ങളെ സഹായിക്കാം. മുസ്ലിങ്ങളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, ഇപ്പൊ ഇന്ത്യ രാജ്യത്തുള്ളവരാണ് വേറെ രാജ്യത്തുള്ള മുസ്ലിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത് വിചാരിക്കാം.
ഒരിക്കലും മുസ്ലിങ്ങളെ തകർക്കുന്ന അന്യായമായ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ദേശീയതയുടെ പേര് പറഞ്ഞിട്ടോ മറ്റെന്തെങ്കിലും പേര് പറഞ്ഞിട്ടോ എന്ത് ചെയ്യാൻ പാടില്ല, സഹായം നൽകാൻ പാടില്ല. അപ്പം മുസ്ലിങ്ങൾക്ക് ദോഷകരമായ കാര്യങ്ങളെ സഹായിക്കുക, മുസ്ലിങ്ങളെ ആക്രമിക്കുന്ന ആളുകളെ പ്രശംസിക്കുക, അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ വരെ കാരണമാകും എന്നാണ് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റൊന്ന്, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രഹസ്യക്കാരായി, വളരെ ഏറ്റവും പേഴ്സണൽ അസിസ്റ്റന്റുമാരായി, ഏറ്റവും അടുത്ത ആളുകളായിട്ട് കാഫറുകളെ വെക്കുന്ന സ്വഭാവം, നമുക്ക് മാർഗനിർദ്ദേശം നൽകാൻ വേണ്ടി ഒരിക്കലും കാഫറുകളെ വെക്കുന്ന ഒരു സ്വഭാവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിന് തെളിവായി ഖുർആനിൽ നിന്ന് സൂറത്തു ആൽ ഇംറാനിലെ 118 മുതൽ 120 വരെയുള്ള ആയത്തുകൾ നമ്മൾ പഠിച്ചു. ചില ഹദീസുകളും നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കുണ്ടായി. മറ്റൊന്ന്, അവർ നിശ്ചയിക്കുന്ന പ്രകാരമുള്ള കലണ്ടർ, അവരുടെ അവലംബം അനുസരിച്ചുള്ള തീയതി, ഇത് നമുക്ക് പാടില്ല. അതിൽ കുഫറും ശിർക്കും അതിൻ്റെ കാലവും സമയമൊക്കെ ഉണ്ടാവും. നേരെ മറിച്ച് മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം വേണം. അതേപോലെ അവരുടെ ഉത്സവങ്ങൾ, ശിർക്കന്മാരുടെ ബിദായികളുടെ ഉത്സവങ്ങൾ അതൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അനുകരിക്കാൻ പാടില്ല. ഇപ്പം ജന്മദിനം പോലുള്ള ഉത്സവങ്ങൾ, അതേപോലെ മറ്റൊരുപാട് ജയന്തികളുണ്ടല്ലോ, അതൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മുസ്ലിം അതിനോട് സഹകരിക്കാൻ പാടില്ല. അത് ബന്ധവിച്ഛേദനം എങ്ങനെയെന്നുള്ളതിൻ്റെ തെളിവായി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ അവരുടെ ഉത്സവങ്ങളിൽ സഹായിക്കുകയോ സഹകരിക്കുകയോ അതിൻ്റെ പങ്കാളികളാവുകയോ അവരുടെ ഉത്സവങ്ങൾക്ക് ആശംസ നേരുകയോ ചെയ്യാൻ പാടില്ല. ശിർക്കൻ ഉത്സവങ്ങളോട് ഒരു നിലക്കും സഹായം ചെയ്യാൻ പാടില്ല. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ പഠിക്കണ്ടായി. മറ്റൊന്ന്, നമ്മെ സംബന്ധിച്ചിടത്തോളം അവരെക്കുറിച്ചുള്ള യോഗ്യതകൾ, അവരുടെ നാഗരികത, ഇത് അമുസ്ലിം രാജ്യങ്ങളുടെ കുഫർ സംസ്കാരങ്ങളുടെ സംസ്കാരങ്ങളുണ്ടല്ലോ, നദിയുടെ സംസ്കാരങ്ങളൊക്കെ, അതിൽ കുഫറിന്റെ സംസ്കാരങ്ങളുടെയൊക്കെ മദ്ഹുകൾ വിളംബരം ചെയ്യുക, അതിനെ പിൻബലം കൊടുക്കുക, ആ നിലക്കുള്ള സംസാരം നമ്മിൽ നിന്നൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഒരാൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്താലും അവരുടെ പിഴച്ച അഖീദയെ മൂടി വെച്ചുകൊണ്ട് ആ നന്മ എടുത്തിട്ട് അയാളെ യോഗ്യനായി അവതരിപ്പിക്കുക എന്നുള്ള ഒരിക്കലും ശിർക്കിന്റെയും കുഫറിന്റെ ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല, യോഗ്യന്മാരായ സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കാൻ പാടില്ല. മറ്റൊന്ന്, അവരുടെ പേരിടരുത്. കാഫറുകൾ വ്യാപകമായി സ്വീകരിക്കുന്ന ഇസ്ലാമിക വ്യക്തിത്വം പുലർത്താൻ തയ്യാറല്ലാത്ത നാമങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ആളുകൾക്ക് ആ തരത്തിലുള്ള പേരുകൾ ഇടാൻ പാടില്ല. അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കാനോ മർഹമത്തിന് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കാനോ പാടില്ല. സൂറത്ത് തൗബയിലെ 113 ആയത്തിന് തെളിവായിട്ട് നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതിന്റെ ചുരുക്കമാണ് ഞാൻ പറഞ്ഞത്. ഇനി ബന്ധം ചേർക്കൽ, അത് സത്യവിശ്വാസികളോടാണ്. എങ്ങനെയാണ് ബന്ധം ചേർക്കേണ്ടത്, അതിലുള്ള കൽപ്പനകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ തലക്കെട്ടിൽ ഷെയ്ഖ് സാലിഹ് ഫൗസാൻ പറയുന്നത് അൽ ഹിജറത്തു ഇലാ ബിലാദിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ രാജ്യത്തിലേക്ക് പലായനം ചെയ്യുക. വഹജറു ബിലാദിൽ കാഫിരീൻ, കാഫറുകളുടെ രാജ്യം ഒഴിവാക്കുക. കഴിയുന്ന നമ്മൾ എന്ത് ചെയ്യണം, മുസ്ലിങ്ങളുടെ കൂടെ താമസിക്കണം. ചില ആൾക്കാർ പറയും, ഞാൻ ഒറ്റ മുസ്ലിം ഇല്ലാത്തവരെ ജീവിക്കുന്ന അഭിമാനത്തോടു കൂടി പറയും, ഇനി ഞാൻ വന്നിട്ട് വേണം അവിടെ തൗഹീദിന്റെ വെളിച്ചുണ്ടാകാൻ എന്നെല്ലാം പറയും. അത് മുസ്ലിങ്ങളുടെ രാജ്യത്ത് നിന്നുകൊണ്ട് മറ്റു നാട്ടിൽ പോയിട്ട് തൗഹീദ് പ്രചരിപ്പിക്കുക എന്നല്ലാതെ സാധാരണക്കാരായ ആളുകൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കുഫർ തിങ്ങി നിറഞ്ഞൊരു നാട് സെലക്ട് ചെയ്യാൻ പാടില്ല. കാരണം എപ്പോഴും ആരോഗ്യമല്ല പകരുക, എന്താ പകരുക, രോഗമാണ് പകരുക. ഒരു ഭൂരിപക്ഷം ശിർക്കിന്റെയും കുഫറിന്റെയും വക്താക്കളാകുമ്പം അവിടെ ചെല്ലുന്ന ആളുകൾക്ക് വിശ്വാസത്തിലെങ്ങാനും വല്ല പാളിച്ചയുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചായ്വ് കാണിക്കുന്ന അവസ്ഥ ഉണ്ടാവുക. അതുകൊണ്ട് ഒരിക്കലും കുഫറിന്റെ ഇടയിൽ ജീവിക്കുക എന്നുള്ളത് ഒരു അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് അരോചകമായിരിക്കണം. അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറണം. നമ്മൾ ബാങ്ക് കേൾക്കുന്ന, അതേപോലെ അഹ്ലു സുന്നത്തിന്റെ കൂടെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ സെലക്ട് ചെയ്യണം. അതിനുവേണ്ടി ത്യാഗം ചെയ്താൽ യാതൊരു വിരോധവുമില്ല, അത് നമ്മൾ പാലിക്കണം എന്നുള്ളതാണ്. ദഅവത്ത് പോലുള്ള മസ്ലഹത്തിന് വേണ്ടി അറിവുള്ള ആളുകൾക്ക് മാത്രമേ അത്തരം രാജ്യങ്ങൾ, കുഫറിന്റെ രാജ്യങ്ങളൊക്കെ പോയി നിൽക്കാനും താമസിക്കാനൊക്കെ അനുവാദമുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. രണ്ടാമതായി ഷെയ്ഖ് പറയുന്നത് മുനാസറത്തുൽ മുസ്ലിമീന വ മുആവനത്തുഹും ബിൻ നഫ്സി വൽ മാലി വൽ ലിസാൻ ഫിമാ യഹ്താജൂന ഇലൈഹി ഫീ ദീനിഹിം വ ദുനിയാഹും. മുസ്ലിങ്ങൾക്ക് സഹായം ചെയ്തു കൊടുക്കണം, അവരോട് സഹകരിക്കണം. നമ്മുടെ ശരീരം കൊണ്ടും സ്വത്ത് കൊണ്ടും നാവ് കൊണ്ടുമൊക്കെ മുസ്ലിങ്ങൾക്ക് ആവശ്യമുള്ള പ്രയോജനപ്രദമായ കാര്യങ്ങളിലേക്ക് നമ്മൾ മുന്നിട്ട് വരണം. അവരുടെ ദീനിന്റെ കാര്യമാണെങ്കിലും ശരി, ദുനിയാവിന്റെ കാര്യമാണെങ്കിലും ശരി, നമ്മൾ പ്രത്യേകം മുൻഗണന കൊടുക്കണം എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ രണ്ടാളിൽ ഒരാളെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. ഒരാൾ ഇസ്ലാമുള്ള ആളാണ്, ഒരാൾ കുഫറിന്റെ ആളാണ്. അപ്പൊ നമ്മൾ ആരെ ശ്രദ്ധിക്കും? ഇസ്ലാമുള്ള ആൾ ഏതായാലും ഇസ്ലാമിലാണ്, കുഫറിന്റെ ആളെ നോക്കിയാൽ ചിലപ്പോൾ അയാൾ ഇസ്ലാമിലേക്ക് വരികയാണെങ്കിലോ എന്ന് വിചാരിക്കും. അത് പാടില്ല. തൗഹീദിന്റെ ശബ്ദം പുലർത്തുകയും തൗഹീദിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കാര്യമാണ് എന്ത് ചെയ്യേണ്ടത്, ഒന്നാമത് പരിഗണിക്കേണ്ടത്. അതാണ് ഖുർആൻ പറഞ്ഞ സൂറത്തു തൗബയിലെ 71 ആയത്ത്.
വൽമുഅ്മിനൂന വൽമുഅ്മിനാതു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്. സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും പരസ്പരം ആത്മബന്ധുക്കളാണ്, ആത്മമിത്രങ്ങളാണ്. സത്യവിശ്വാസികളും സത്യവിശ്വാസം ഇവിടെ കുടുംബബന്ധമല്ല, അതിനേക്കാൾ അപ്പുറത്ത് എന്താണ്? ആദർശബന്ധമാണ്. അതാണ് 9-ാമത്തെ അധ്യായം സൂറത്തു തൗബയിലെ 71-ാമത്തെ ആയത്തിൽ പറയുന്നത്. ഇനി സൂറത്തുൽ അൻഫാൽ 8-ാമത്തെ സൂറത്തിൽ 72-ാമത്തെ ആയത്തിൽ കാണാം, വഇനിസ്തൻസറൂകും ഫിദ്ദീൻ ഫഅലൈകുമുൻ നസ്റു ഇല്ലാ അലാ ഖൗമിൻ ബൈനകും വബൈനഹും മീസാഖ്. ദീനിൽ നിങ്ങളോട് അവർ സഹായം ചോദിച്ചാൽ നിങ്ങളുടെ മേൽ അവരെ സഹായിക്കേണ്ട ബാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് മുസ്ലിങ്ങളെ സഹായിക്കേണ്ട ചുമതല ഉണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത് സൂറത്തുൽ അൻഫാലിലെ 72-ാമത്തെ ആയത്ത്. ചിലപ്പോൾ കുടുംബബന്ധം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അടുത്ത ആളുകളായിക്കൊള്ളണമെന്നില്ല, നമ്മളായിട്ട് യാതൊരു ചാർച്ചാബന്ധം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷെ ആദർശബന്ധമുണ്ട്, അവരെ പരിഗണിക്കണം. 3-ാമത്തെ കാര്യം ഷെയ്ഖ് പറയുന്നു, അത്തഅല്ലുമു ലി അലമിഹിം വസ്സുറൂറു ബിസുറൂരിഹിം. അവരുടെ ദുഃഖത്തിൽ നമുക്ക് ദുഃഖമുണ്ടാകണം, അവരുടെ സന്തോഷത്തിൽ നമുക്കും സന്തോഷമുണ്ടാകണം. ഒരു മുസ്ലിമിന് സന്തോഷം ഉണ്ടാവും, നമ്മൾ സങ്കടപ്പെടാൻ പാടില്ല. അത് മുനാഫിക്കിന്റെ സ്വഭാവം. മുനാഫിക്കുകൾ എപ്പോഴെന്താണ്? സത്യവിശ്വാസികൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമ്പോൾ അവരുടെ മുഖം ചുളിയും, സത്യവിശ്വാസികൾക്ക് നഷ്ടം ഉണ്ടാകുമ്പോൾ അവർക്ക് സന്തോഷമായിരിക്കും. അതാണ് മുനാഫിക്കിന്റെ ലക്ഷണം. നമുക്കങ്ങനെയല്ല. സത്യവിശ്വാസികൾക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ നമുക്കും പ്രയാസം ഉണ്ടാകും, സത്യവിശ്വാസികൾക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷം. വേറൊരാൾക്ക് സന്തോഷം, എന്നാലും അവന് മുഅ്മിനാണ്, അവരുടെ നേട്ടമുണ്ടായി. നമുക്കും എന്താണ്? അൽഹംദുലില്ലാഹ്, സത്യവിശ്വാസിയായ ഒരു സഹോദരന് ഒരു നേട്ടം കിട്ടി എന്നുള്ള സന്തോഷം നമുക്കുണ്ടായിരിക്കണം എന്നാണ്. ധാരാളം നമുക്കെല്ലാം സുപരിചിതമായ ഒരുപാട് ഉദാഹരണങ്ങൾ തെളിവായി കൊടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം മസലുൽ ജസദി. സത്യവിശ്വാസികൾ പരസ്പര സ്നേഹത്തിലും പരസ്പരം കാരുണ്യത്തിലും പരസ്പരം കനിവ് കാണിക്കുന്നതിലും അവരുടെ ഉപമ ഒരു ശരീരത്തിന്റെ ഉപമയാണ്. എന്താണ്? ഇദസ്തകാമിൻഹു ഉളുവുൻ. ഒരു ശരീരത്തിലെ ഒരു അവയവത്തിന് രോഗം വന്നാൽ തദാഅലഹു സായിറുൽ ജസദി ബിൽഹുമ്മാ വസഹർ. ശരീരത്തിന്റെ മറ്റ് അവയവങ്ങൾ പനി പിടിച്ചും ഉറക്കമിളച്ചും വിധേയത്വം കാണിക്കും. ഏതെങ്കിലും ഒരു അവയവത്തിന് അസുഖം വന്നാൽ ബാക്കിയുള്ള അവയവങ്ങളും അത് പ്രകടമാകും, അതിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകും. അപ്പോൾ ഒരു മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു സംഘത്തിന്, ഒരു ടീമിന് പ്രയാസം ഉണ്ടായാൽ നമുക്കെന്ത് ചെയ്യണം? ബാധിക്കണം. അവർ മറ്റേ യമനിലുള്ളവരല്ലേ, ഇവർ പലസ്തീനുള്ളവരല്ലേ, നമ്മളത് നോക്കേണ്ടതില്ല എന്നല്ല. ലോകത്ത് എവിടെ മുസ്ലിങ്ങൾ ദുഃഖിതരാണെങ്കിലും ആ ദുഃഖത്തിൽ ആര് പങ്കുചേരും? ലോകത്തുടനീളമുള്ള മുഴുവൻ മുസ്ലിങ്ങളും പങ്കുചേരണം. അവരുടെ ആഹ്ലാദം നമുക്ക് എന്തായിരിക്കണം? ആഹ്ലാദമായിരിക്കണം. അള്ളാഹ് അനുവദിക്കുന്ന വിഷയത്തിൽ നമുക്ക് ആഹ്ലാദം ഉണ്ടാവുള്ളൂ. അത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊന്ന് നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണ്, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ. ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയോട് ഒരു കെട്ടിടം പോലെയാണ്. യശുദ്ദു ബഅ്ളുഹു ബഅ്ള. അത് ചിലതിനെ ബലപ്പെടുത്തും. മനസ്സിലായില്ലേ? എന്നിട്ട് വശബ്ബക ബൈന അസാബിഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിരലുകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. മനസ്സിലായില്ലേ? വിരലുകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇതുപോലെ എന്ത് ചെയ്യണം? കൂട്ടായി നിന്നിട്ട് ശക്തിപ്പെട്ട് നിൽക്കണം. മുസ്ലിങ്ങൾ എപ്പോഴും പരസ്പരം ഇങ്ങനെ ഈ കല്ലും ചേർത്ത് വെച്ച് സിമന്റ് ഇട്ട് ബലപ്പെട്ടത് ഒരു കെട്ടിടം പോലെ ആയിരിക്കണം ആര്? ഒരു മുസ്ലിം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് ഇങ്ങനെ കൈ ചേർത്ത് പിടിച്ച് നമുക്ക് കാണിച്ചു തരികയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ലോകത്തുടനീളം ഉള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നത്. 4-മതായി അന്നുസ്ഹു ലഹും വമഹബ്ബത്തുൽ ഖൈരി ലഹും വഅദ്മു ഗിശ്ശിഹിം വഹദിയതിഹിം. അവരോട് നസീഹത്തുണ്ടാകണം, ഗുണകാംക്ഷ. അന്നുസ്ഹു ലഹും വമഹബ്ബത്തുൽ ഖൈരി ലഹും. അവർക്ക് നന്മ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കണം. മുസ്ലിങ്ങൾക്ക് എപ്പോഴും നന്മ ഉണ്ടാകാൻ വേണ്ടി കൊതിക്കണം. നമുക്കെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വന്ന് പിണക്കുണ്ടായി, നമ്മളോട് എന്തെങ്കിലും മോശമായി പെരുമാറി അയാളുടെയൊക്കെ തൊലഞ്ഞു പോകട്ടെ എന്ന് ചിന്തിക്കലല്ല അഹ്ലുസുന്നത്തിന്റെ സ്വഭാവം. അത് വ്യക്തിപരമായൊരു ദൂഷ്യം കൊണ്ട് ചിലപ്പോൾ നമുക്ക് അനിഷ്ടകരമായ എന്തെങ്കിലും പ്രവർത്തനം നമ്മുടെ സഹോദരൻ ഉണ്ടായേക്കാം. പക്ഷെ അയാൾക്ക് ഹൈറുണ്ടാകും നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല, തടയാനും പാടില്ല, ഷർറുണ്ടാകണമെന്ന് ചിന്തിക്കാനും പാടില്ല. അപ്പം ഗുണകാംക്ഷ, എല്ലാ മുസ്ലിങ്ങളോടും ഗുണകാംക്ഷയായിരിക്കണം. അവർക്ക് ഹൈറുണ്ടാകാൻ വേണ്ടി ഇഷ്ടപ്പെടണം. അതേപോലെ അവരെ ചതിക്കാതിരിക്കണം. വഅദ്മു ഗിശ്ശിഹിം വഹദിയതിഹിം. അവരെ വഞ്ചിക്കാതിരിക്കണം. ചതി മുസ്ലിമിനെ ഒരു കാരണവശാലും വഞ്ചിക്കാൻ വേണ്ടി, ഇങ്ങോട്ട് വഞ്ചിച്ചാലും തിരിച്ചും ചെയ്യാൻ പാടില്ല, വഞ്ചന പാടില്ല. മനസ്സിലായില്ലേ? മൻ ഗശ്ശ ഫലൈസ മിന്നാ. ആരെങ്കിലും ചതി കാണിച്ചാൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ധാരാളം നിർദ്ദേശങ്ങൾ നമ്മൾ ഈ വിഷയത്തിൽ പഠിച്ചിട്ടുണ്ട്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, നിങ്ങളിൽ ഒരാൾ മുഅ്മിനാവുകയില്ല നിങ്ങൾ തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നതുവരെ. അപ്പോൾ ഒരു മുസ്ലിം എങ്ങനെയാ ബന്ധം ചേർക്കല്? നമുക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്ന നമ്മൾ നമ്മുടെ സഹോദരന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇഷ്ടപ്പെടണം എന്നുള്ള കാര്യമാണ് ആ വിഷയത്തിൽ പഠിപ്പിച്ചിരിക്കുന്നത്. അത് നമ്മൾ ശരിക്കും ഉൾക്കൊള്ളുകയും
മനസ്സിരുത്തുകയും വേണം. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിക്കുന്നു സ്വഹീഹ് മുസ്ലിമിൽ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഹാസദു വലാ തനാജസു വലാ തബാഗളു വലാ തദാബറു. നിങ്ങൾ പരസ്പരം അസൂയ കാണിക്കരുത്. മുസ്ലിങ്ങൾ പരസ്പരം എന്ത് ചെയ്യാൻ പാടില്ല? അസൂയ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ വില ഏറ്റി പറയാൻ പാടില്ല. കച്ചവടത്തിൽ ഒരാൾ വില പറയുമ്പോൾ അയാൾക്ക് സാധനം പിടിച്ചെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? പൈസ ഉള്ള ആൾക്കാർ വില കൂട്ടി പറയാം. അങ്ങനെ ഒരാൾ കച്ചവടം ചെയ്യുന്നതിന് ഇടയിൽ കയറിയിട്ട് മറ്റേ എന്ത് ചെയ്യാൻ പാടില്ല? വില ഏറ്റി പറഞ്ഞ് കച്ചവടം ചെയ്യാൻ പാടില്ല. പരസ്പരം വിദ്വേഷം വെച്ച് പുലർത്താൻ പാടില്ല. പരസ്പരം ഒഴിഞ്ഞു മാറാൻ പാടില്ല. മറ്റൊരാൾ കാര്യത്തിൽ നമ്മൾ ഇടപെടാതെ നമ്മൾ എന്ത് ചെയ്യരുത്? പിന്മാറാൻ പാടില്ല. ഒരാൾ കച്ചവടം ചെയ്യുന്നതിനിടയിൽ പോയി കച്ചവടം നടത്താൻ പാടില്ല. വലാ യബിഉ ബഅ്ളുക്കും അലാ ബൈഇ ബഅ്ൾ. രണ്ടാൾ തമ്മിൽ കച്ചവടം നടക്കുമ്പോൾ അത് പൂർത്തിയാകാൻ വെയിറ്റ് ചെയ്യണം. അവർ പിരിയാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ? ആ കച്ചവടത്തിൽ ഇടപെടാൻ പാടുള്ളൂ. വഖൂനു ഇബാദല്ലാഹി ഇഖ്വാന. നിങ്ങൾ അള്ളാഹുവിന്റെ അടിയാറുകൾ ആയിരിക്കണം, സഹോദരങ്ങളായിരിക്കണം. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ലാ യദ്ലിമുഹു വലാ യഖ്ദുലുഹു വലാ യഹ്ഖിറുഹു. അവനോട് അനീതി കാണിക്കാൻ പാടില്ല, അവനെ കൈവിടാൻ പാടില്ല, അവനെ നിസ്സാരമാക്കാൻ പാടില്ല. അപ്പൊ മുസ്ലിങ്ങളോട് ബന്ധം ചേർക്കൽ എങ്ങനെയൊക്കെയാണ്? അയാളുടെ അനീതി കാണിക്കരുത്, അയാളെ വഞ്ചിക്കരുത്. രണ്ട്, അയാൾ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് നമ്മൾ കൈയൊഴിയരുത്. ഒരു മുസ്ലിമിനെ നമ്മൾ എന്ത് ചെയ്യരുത്? ഏതെങ്കിലും ഒരു വിഷയത്തിൽ അദ്ദേഹം ഒറ്റപ്പെട്ടു പോകുമ്പോൾ അദ്ദേഹത്തെ കൈവിടാൻ പാടില്ല. അതേപോലെ തന്നെ അയാളെ അപമാനിക്കരുത്, കളിയാക്കരുത്. സമൂഹത്തിൽ നമ്മൾ ഒരു മുസ്ലിമായ ഒരാൾ എന്ത് ചെയ്യരുത്? കൊച്ചാക്കരുത്, ചെറുതാക്കരുത്. മനസ്സിലായില്ലേ? നമ്മൾ മുസ്ലിങ്ങളെ മാത്രമല്ല, വലിയ വലിയ നേതാക്കന്മാരെയും പണ്ഡിതന്മാരെയും വരെ എന്തെങ്കിലും ഒരു വിഷയം കിട്ടുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവരെ വളരെ പരിഹസിക്കും, കളിയാക്കും, ഒറ്റപ്പെടുത്തും, വിചാരണ നടത്തുകയൊക്കെ ചെയ്യും. സാധാരണക്കാരായ ആളുകൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പരസ്പരം ആക്ഷേപിക്കാൻ പാടില്ല. എന്നിട്ട് റസൂൽ പറഞ്ഞു, അത്തഖ്വാ ഹാഹുന. തഖ്വ എവിടെയാണ്? എന്നിട്ട് യുശീറു ഇലാ സ്വദരിഹി, നെഞ്ചത്തേക്ക് ചൂണ്ടിക്കാട്ടിയ തഖ്വാ ഹാഹുന, തഖ്വാ ഹാഹുന 3 പ്രാവശ്യം പറഞ്ഞു. തഖ്വ ഇവിടെയാണ്. ബിഹസ്ബി ഇംറിഇൻ മിനശ്ശർ. ഒരു മനുഷ്യന് തിന്മയാകാൻ ഇത് മതി. എന്തു മതി? അൻ യഹ്ഖിറ അഖാഹുൽ മുസ്ലിം. മുസ്ലിമായ ഒരു സഹോദരനെ കൊച്ചാക്കി കാണിക്കുക. മുസ്ലിമായ ഒരു സഹോദരന്റെ ന്യൂനതകൾ എടുത്തു കാണിച്ചിട്ട് അയാളെ ചെറുതാക്കുക. കുല്ലുൽ മുസ്ലിം അലൽ മുസ്ലിം ഹറാമുൻ. എല്ലാ മുസ്ലിമിനും പവിത്രമാണ് മറ്റൊരു മുസ്ലിമിന്റെ കാര്യത്തിൽ ദമുഹു, അയാളുടെ രക്തം, വമാലുഹു, അയാളുടെ സ്വത്ത്, വഇർളുഹു, അയാളുടെ അഭിമാനം. അപ്പൊ നമ്മുടെ മറ്റൊരു മുസ്ലിമിന്റെ രക്തം, അയാളുടെ ധനം, അയാളുടെ അഭിമാനം, ഈ 3 കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? പവിത്രമായി സൂക്ഷിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരാൾ നമ്മൾ അപമാനിക്കുന്നത്, അവരുടെ സ്വത്ത് നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്നത്, അതേപോലെ തന്നെ അവരുടെ രക്തം ചിന്താൻ കൂട്ടുനിൽക്കുന്നത്, ഇതൊക്കെ എന്താണ്? ഒരു മുസ്ലിമിനോട് ബന്ധം ചേർക്കുന്നതിനെതിരാണ്. വലാഹ് നഷ്ടപ്പെട്ടു. വലാഹ് നഷ്ടപ്പെട്ടാൽ നമുക്ക് നമ്മുടെ അഖീദയിൽ തന്നെ പിഴവ് പറ്റുന്നൊരു വിഷയമാണ്. 5-മതായി ശൈഖ് പറഞ്ഞു, ഇഹ്തിറാമുഹും വതൗഖീറുഹും വഅദമു തനഖ്സിഹിം വഅയ്ബിഹിം. അവരെ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം. അതേപോലെ തന്നെ അവരെ നിങ്ങൾ ന്യൂനത പുറത്താക്കാതിരിക്കണം. അവരുടെ ന്യൂനതകൾ നിങ്ങൾ പുറത്താക്കാതിരിക്കണം. ഒരു മുസ്ലിമിനോടുള്ള നിലപാടാണ്. അയാൾ മുസ്ലിമാണെങ്കിൽ എന്ത് ചെയ്യണം? അയാളെ ബഹുമാനിക്കണം, ആദരവോടുകൂടി കാണണം. ഒരു മുസ്ലിമായ മതി, അപ്പം തന്നെ അയാൾ ആദരവായിട്ട് കാണണം. അതോടൊപ്പം തന്നെ അയാളുടെ ന്യൂനതകൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പുറത്ത് കാണിക്കാൻ പാടില്ല. എല്ലാവർക്കും ഇഷ്ടം ഗൈബത്തും നമീമത്തും ഒക്കെയാണ്. ഉള്ളത് പറയലാണ് ഗൈബത്ത്. മനസ്സിലായില്ലേ? നമീമത്ത് രണ്ടാളെ തെറ്റിക്കാൻ വേണ്ടി പറയലാണ്. എന്താണെങ്കിലും ശരി, വേറൊരാളുടെ പോരായ്മ ഇങ്ങനെ പറയുമ്പോൾ നല്ല രസമാണ്. അയാൾ ശരിയല്ല, ഇയാൾ ശരിയല്ല, മറ്റേ ആൾ പോരാ, ഇങ്ങനെ കുഴപ്പമുണ്ട്, ഇതിങ്ങനെ കണ്ടുപിടിക്കുക. ചില ആളുകൾക്ക് അതന്നെ ദീനീ പ്രവർത്തനവും ദഅവത്തും. വ്യക്തികളുടെ ന്യൂനതകൾ ഇങ്ങനെ കണ്ടുപിടിക്കുക, അതെല്ലാവരുമായിട്ട് ഇങ്ങനെ പങ്കുവെക്കുക. ആ നേരം കൊണ്ട് അവനാണെന്തെങ്കിലും പഠിച്ചാൽ അവനാൻ്റെ തിന്മകൾ എണ്ണാൻ പോയാൽ അത്രയും നല്ലത്. വേറുള്ളവരുടെ ന്യൂനതകൾ എണ്ണുന്ന നേരം കൊണ്ട് എനിക്കെന്തു പറ്റി, എൻ്റെ സുബഹനിസ്കാരം മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് പൂർവികരായ ആളുകൾ പറയാറുണ്ട്. ഖുർആൻ പറയുന്നു, സൂറത്തുൽ ഹുജറാത്ത് 11-12 ആയത്തുകൾ കാണാതെ പഠിക്കാൻ അറിയാത്ത ആളുകളൊക്കെ, യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. ഓ വിശ്വാസികളെ, ഒരു ജനത മറ്റൊരു ജനതയെ കളിയാക്കാൻ പാടില്ല. ചിലപ്പം കളിയാക്കപ്പെടുന്നവർ നിങ്ങളെക്കാളും കൊള്ളാവുന്നവരായിരിക്കും. അവരെന്തെങ്കിലും ഒരു ന്യൂനത കണ്ടിട്ടായിരിക്കും നിങ്ങൾ കളിയാക്കുന്നത്. പക്ഷെ അവർക്ക് വേറൊരുപാട് യോഗ്യത ഉണ്ടാവും. ആ യോഗ്യതകളൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പം നിങ്ങളെക്കാളും മെച്ചപ്പെട്ടവരായിരിക്കാം അവർ. അതുകൊണ്ട് ഒരു ടീം വേറൊരു ടീമിനെ, ഒരു സംഘടനക്കാർ വേറൊരു സംഘടനക്കാരെ, ഒരു ടീം വേറൊരു ടീമിനെ, ഒരു പാർട്ടിക്കാർ വേറൊരു പാർട്ടിക്കാരെ കളിയാക്കരുത്. വലാ നിസാഉം മിൻ നിസായിൻ. ഒരു സംഘം സ്ത്രീകൾ മറ്റൊരു സംഘം സ്ത്രീകൾ എന്ത് ചെയ്യരുത്? പരിഹസിക്കരുത്. അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ.
അവരൊരു പക്ഷേ ആ സ്ത്രീകൾ ഈ കളിയാക്കുന്ന സ്ത്രീകളെക്കാൾ കൊള്ളാവുന്നവരായിരിക്കാം. വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ്, നിങ്ങൾ കുത്തിപ്പറയരുത്, നിങ്ങൾ നിങ്ങളെ തന്നെ എന്ത് ചെയ്യരുത്, കുത്തിപ്പറയരുത്. അതേപോലെ നിങ്ങൾ ഇരട്ടപ്പേര് വിളിക്കരുത്. തനാബസുൽ അൽഖാബ് എന്ന് എന്താണ്? സ്പെഷ്യൽ പേര് വിളിക്കല്ലേ. ഒരാൾ ഇഷ്ടമില്ലാത്ത അയാളുടെ ന്യൂനതയെ പൊലിപ്പിക്കുന്ന പേരുണ്ടാവും, അയാൾക്കത് ഇഷ്ടമുണ്ടാവില്ല ആ പേര് വിളിക്കുന്നത്. അങ്ങനത്തെ ഒരാളെ വിഷമിപ്പിക്കുന്ന പേരുകൾ എന്ത് ചെയ്യരുത്, ഓമനപ്പേരല്ല, വിളിക്കുന്നത് ഇഷ്ടമില്ലാത്ത ഇരട്ടപ്പേരുകൾ, ആ പേരുകൾ എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ വിളിക്കാൻ പാടില്ല. ബിഇസൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ, ഈമാനിന് ശേഷം അധർമ്മത്തിന്റെ പേര് എത്ര മോശമാണ്. ഒരാൾ മുഅ്മിനായതിനു ശേഷം പിന്നെ വേറെ ആൾ മോശം പേര് പറയാൻ പാടുണ്ടോ? അത് പാടില്ല. നമ്മൾ സ്കൂളിൽ തന്നെ പഠിച്ചിട്ടുണ്ടാവും. സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പേരുണ്ടാവും, മാഷന്മാർക്ക് പേരുണ്ടാവും. അങ്ങനെ ശീലമുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ കുറിച്ച് അയാൾ കുത്തി പറയുന്ന ഒരു പേരോടുകൂടിയെ പരിചയപ്പെടുത്താം. അത് പാടില്ല. മുസ്ലിങ്ങൾ തമ്മിൽ ഒരിക്കലും അങ്ങനെ പാടില്ല. വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ, തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അവരാണ് അനീതി പ്രവർത്തിക്കുന്നവർ. യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബൂ കസീറൻ മിനൽ ളൻ, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ ഊഹത്തിൽ ഭൂരിപക്ഷവും വർജിക്കേണ്ടതാണ്. ഇന്ന ബഅദൽ ളന്നി ഇസ്, ഊഹങ്ങളിൽ ചിലത് പാപമാണ്. അപ്പൊ ചിലതെന്ന് പറയുമ്പോൾ ഊഹങ്ങളിൽ അനുവദിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ അത് ഈ വിരോധിക്കപ്പെട്ട ഇനത്തിൽപ്പെട്ടതല്ല, ധാരണകളാണ് അനുവദിക്കപ്പെട്ടത്. ഇപ്പൊ ഒരാൾ ഇവിടുന്ന് ബസ് കയറിയാൽ എവിടെ എത്തിയെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാ, ആൾ കോഴിക്കോട് എത്തിയിട്ടുണ്ടാവും, അതൊരു ഊഹാണ്, അത് ഹറാമല്ല. അതുപോലത്തെ ഊഹല്ല. നേരെ മറിച്ച് എന്ത് ചെയ്യുക, വ്യക്തമായി തെളിവ് കിട്ടാത്തൊരു കാര്യം ഒരാളെ മോശമാക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞാൽ അതാണെന്ത്, ഊഹം. അപ്പൊ ഊഹങ്ങളെ നിങ്ങൾ അവലംബിക്കരുത്, ഊഹങ്ങളിൽ ചിലത് കുറ്റകരമാണ്. പിന്നെ വലാ തജസ്സസു, നിങ്ങൾ ചൂഴ്ന്നന്വേഷിക്കരുത്. ഒരാളുടെ രഹസ്യം വളഞ്ഞ വഴിയിലൂടെ പോയിട്ട് തെരഞ്ഞ് ജനലൊറന്ന് നോക്കുന്നതിനാണ് എന്താ പറയാ, ചിലർക്ക് മറ്റുള്ളവരുടെ ന്യൂനതകൾ കണ്ടെത്തലൊരു രസമാണ്. അതെങ്ങനെങ്കിലും കണ്ടെത്തി അയാൾ മൊബൈൽ ഫോൺ തുറന്നു നോക്കി അതിന്റെ മെസ്സേജൊക്കെ നോക്കി അയാളെ തലേണ പൊന്തിച്ചു നോക്കി അയാളെ ജനൽ തുറന്നു നോക്കി ഇങ്ങനെ അവരറിയാതെ അവർ രഹസ്യങ്ങൾ ഇങ്ങനെ എടുക്കാം. ഇതൊരിക്കലും ചെയ്യേണ്ടതില്ല നമ്മൾ. ഞാൻ പറഞ്ഞ ശരി, അതിനർത്ഥം നമുക്ക് എന്തും ചെയ്യാമെന്നല്ല, മറ്റുള്ളവരുടെ ന്യൂനതകൾ തിരയാൻ പാടില്ല. വലാ തജസ്സസു വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ, നിങ്ങൾ പരസ്പരം ഗീബത്ത് പറയരുത്. ഗീബത്ത് എന്ന പരദൂഷണം പറയരുത്. അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമു, നിങ്ങളുടെ സഹോദരന്റെ പച്ചമാംസം തിന്നത് മയ്യത്തായിരിക്കെ തിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുമോ? നിങ്ങളത് വെറുക്കുന്നു. എന്നാൽ പച്ചമാംസം തിന്നതിന് തുല്യമാണ് ഗീബത്ത് പറയുന്നത്. വത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ തവ്വാബുർ റഹീം, അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനും കരുണാവാരിധിയുമാണ്. ഷെയ്ഖ് ആറാമതായി പറയുന്ന കാര്യം, മുസ്ലിങ്ങൾ തമ്മിൽ ബന്ധം ചേർക്കേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം ബന്ധം വേർപെടുത്തേണ്ട പറഞ്ഞു, ഇനി ബന്ധം ചേർക്കേണ്ടത് എങ്ങനെ? അൻ യകൂന മഅഹും ഫി ഹാലിൽ ഉസ്രി വൽ യുസ്രി വശിദ്ദത്തി വറഖായി, അവരുടെ കൂടെ തന്നെ നിലകൊള്ളണം. മുസ്ലിങ്ങളുടെ കൂടെ തന്നെ നിലകൊള്ളണം. പ്രയാസത്തിലും എളുപ്പത്തിലും, ക്ഷാമത്തിലും ക്ഷേമത്തിലും നമ്മൾ ആരെ കൂടെ ഉണ്ടാവണം? ഇത് സൗകര്യം എളുപ്പമുള്ളപ്പോൾ നമ്മൾ കൂടെ നിൽക്കും, പ്രയാസവും കഷ്ടപ്പാടും നമ്മൾ മാറിക്കും. ഇപ്പം നമ്മൾ പോയാൽ നമ്മൾ സഹായിക്കേണ്ടി വരും. അങ്ങോട്ട് നീ കിട്ടുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും, അങ്ങോട്ട് നീ കൊടുക്കേണ്ടടുത്ത് മാറിക്കും. ചിലരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കപ്പോൾ നേട്ടമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ആ ബന്ധം മുറിച്ചു കളയും. ദുനിയാവിന്റെ കാര്യലാഭങ്ങൾക്ക് വേണ്ടി ബന്ധം പുലർത്തുന്ന രീതി പാടില്ല. ഉസ്റിലും യുസ്റിലും നമ്മൾ അവരെ കൂടെ നിൽക്കണം. ശിദ്ദത്തിലും റഹായിലും, ക്ഷാമത്തിലും ക്ഷേമത്തിലും നമ്മൾ എന്ത് ചെയ്യണം? കൂടെ നിൽക്കണം. മുനാഫിക്കുകൾ നേരെ തിരിച്ചാണ്. മുസ്ലിങ്ങൾ നല്ല അവസ്ഥ യുദ്ധത്തിൽ ജയിക്കാൻ കാണാൻ യുദ്ധത്തിൽ മുന്നിലിറങ്ങും. യുദ്ധക്കളത്തിൽ ബാക്കിലാണെങ്കിലും ഇറങ്ങുമ്പോൾ ഒരു മുന്നിലിറങ്ങും. മുസ്ലിങ്ങൾക്ക് പരാജയമുണ്ട്, ശത്രുക്കൾക്ക് കുറച്ച് ശക്തി ഉണ്ട് എന്നങ്ങനെ അവർക്ക് തോന്നിയാലോ എന്തെങ്കിലും മുടന്തന്യായം പറഞ്ഞിട്ട് ഇരുന്ന് പിന്മാറും. ഉഹുദെന്ന് മാറി, ഉഹനയിൽ നിന്ന് മാറി, പല യുദ്ധക്കാലത്തും അവരെന്ത് ചെയ്തു? മാറി കളഞ്ഞ് നമ്മൾ കണ്ടു. അപ്പൊ അങ്ങനെ അത് മുനാഫിക്കിന്റെ സ്വഭാവമാണ്. അവര് സന്തോഷത്തിലും നേട്ടം ഉണ്ടാകുമ്പോൾ മാത്രമേ കൂടെ വെക്കുള്ളൂ, എല്ലാ സമയത്തും എന്ത് ചെയ്യും? മാറിക്കും. അത് ശരിയല്ല. നമ്മൾ എല്ലാവരും നിൽക്കണം. ഖുർആൻ പറഞ്ഞു, സൂറത്തു നിസാ 141 ആയത്, അല്ലദീന യതറബ്ബസൂന ബിക്കും ഫഇൻ കാന ലക്കും ഫത്ഹും മിനല്ലാഹ് ഖാലൂ അലം നകും മഅകും, വിജയമുണ്ടെന്ന് കണ്ടാൽ മുനാഫിക്കുകൾ പറയും ഞങ്ങൾ നിങ്ങളെ കൂടെ ഇല്ലെന്ന് ചോദിക്കും. വഇൻ കാനൽ കാഫിർ നസീബ്, കാഫിറുകൾക്കാണ് വിജയം എന്നവർ കണ്ടാലോ ഖാലൂ അലം നസ്തഹ്വിദ് അലൈക്കും വനംനഉക്കും മിനൽ മുഅ്മിനീൻ, മനസ്സിലായില്ലേ? ഞങ്ങള് മുഅ്മിനീങ്ങൾ നിങ്ങളെ തടയാൻ വരികയാണ് എന്ന് പറയും. ആരോട്? കാഫിറിനോട്. കാഫിറുകൾക്ക് വിജയം കണ്ടാൽ അവരോട് രഹസ്യമായിട്ട് ബന്ധം ഉണ്ടാക്കും. മുസ്ലിങ്ങൾക്ക് വിജയം കണ്ടാൽ ഞങ്ങൾ നിങ്ങളെ കൂടെ അല്ലേന്ന് ചോദിക്കും. ഇതാണ് ആരുടെ സ്വഭാവം? മുനാഫിക്കിന്റെ സ്വഭാവം. സൂറത്തു നിസാ 141 ആയത്തിൽ നമുക്ക് പാടില്ല. 7ാമത്തെ വിഷയം ഷെയ്ഖ് ഫൗസാൻ പറഞ്ഞു, മുസ്ലിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ശ്രദ്ധിക്കേണ്ട 7ാമത്തെ കാര്യം സിയാറത്തുഹും വമഹബ്ബത്തുൽ ഇൽതിഖാഇ ബിഹിം വൽ ഇജ്തിമാഇ മഅഹും, നമ്മൾ ചെയ്യാറുണ്ടോ എന്നല്ല, നമ്മൾ അവരെ സന്ദർശിക്കണം. അവരുടെ കണ്ടുമുട്ടാൻ നമ്മൾ ഇഷ്ടപ്പെടണം. നമ്മൾ സഹോദരങ്ങളെ പരസ്പരം കാണുന്നത് നമുക്ക് സന്തോഷം ഉണ്ടാകും. മുസ്ലിം സഹോദരങ്ങൾ തമ്മിൽ കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകണം. മഹബ്ബത്തുൽ ഇൽതിഖാഇ ബിഹിം,
അവരുടെ കണ്ടുമുട്ടുന്ന നമുക്ക് ഇഷ്ടമാകണം. അതുപോലെ അവരുടെ കൂടെ ഇരിക്കുക, വലിയ ഇസ്തിമാമാകും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഒരുമിച്ചിരിക്കുക ഏത് സദസ്സിലാണെങ്കിലും. അപ്പം ഒരേ ആദർശവും സംസ്കാരവും ഉൾക്കൊള്ളുന്ന ആളുകൾ പരസ്പരം കാണാൻ ഇഷ്ടപ്പെടണം. അവരിടക്കിടക്ക് സന്ദർശിച്ചിട്ട് ബന്ധം പുതുക്കണം, അത് ശ്രദ്ധിക്കണം. ആദിറല്ലാന്ന് പറഞ്ഞു, ഇമാം മുഹമ്മദ് അദ്ദേഹത്തിന് മുസ്നദ് ഉദ്ധരിച്ചു. അദ്ദേഹം പറഞ്ഞു, സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്കി അൻ റബ്ബിഹി, റബ്ബ് പറഞ്ഞതായി റസൂൽ പറയുന്നത് ഞാൻ കേട്ടു. ഖുദ്സിയ ഹദീസാണ്. എന്താണ് പറഞ്ഞത്? യഖൂൽ, അല്ലാഹ് പറയാണ്, ഹഖ്ഖത് മഹബ്ബതി, എന്റെ സ്നേഹം പുലർന്നിരിക്കുന്നു. അള്ളാന്റെ സ്നേഹം ആർക്കാ കിട്ടുക? ലിൽ മുതഹാബീന ഫിയ, എന്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുന്നവർക്ക്. വഹഖ്ഖത് മഹബ്ബതി, എന്റെ സ്നേഹം പുലർന്നിരിക്കുന്നു. ലിൽ മുതബാദിലീന ഫിയ, എന്റെ പേരിൽ പരസ്പരം ചെലവാക്കുന്നവർക്ക്. വഹഖ്ഖത് മഹബ്ബതി, എന്റെ സ്നേഹം സത്യമായി പുലർന്നിരിക്കുന്നു. ലിൽ മുതസാവിരീന ഫിയ, എന്റെ പേരിൽ പരസ്പരം സന്ദർശിക്കുന്നവർ. വൽ മുതഹാബൂന ഫില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവർ. അലാ മനാബിറ മിൻ നൂരിൻ, പ്രകാശത്തിൽ നിന്നുള്ള ഗോപുരങ്ങളിലായിരിക്കും. ഫി ളില്ലിൽ അർശി, അർശിന്റെ തണലിൽ. യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു, അള്ളാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ദിവസം. അള്ളാഹുവിന്റെ പേരിൽ പരസ്പരം സ്നേഹിച്ച ആളുകൾക്ക് പ്രകാശഗോപുരങ്ങൾ, അർശിന്റെ തണൽ അവരുണ്ടാവും. പരസ്പരം സ്നേഹിക്കണം. ഇസ്ലാം റഹ്മത്തുള്ളാഹി, അള്ളാഹിന്റെ പേരിൽ പരസ്പരം സ്നേഹിക്കണം. ആ സ്നേഹിക്കുന്നതിന് ഭാഗമായിട്ടാണ് എന്ത് പരിചയപ്പെടുത്തിയത്? പരസ്പരം സന്ദർശിക്കുക, മുസാഫഹത്ത് കൊടുക്കുക, അവരോട് സംസാരിക്കുക, സമ്മാനം കൊടുക്കുക, സദ്യ കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ എന്താണ്? നമ്മൾ പരസ്പരം ബന്ധമല്ലോ, വലാഇന്റെ ഭാഗമായി നമുക്കുണ്ടാകണ്ട. ബറാവ് മാത്രം പഠിച്ചാൽ പോരാ, വലാവും പഠിക്കണം. അപ്പൊ നമ്മൾ മുസ്ലിം സഹോദരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാനുള്ള, പരസ്പരം ഒരുമിക്കാനും സന്തോഷിക്കാനുമുള്ള അവസരങ്ങൾ നമുക്കുണ്ടായിരിക്കണം. അവർ അർശിന്റെ തണലിനു താഴെ സവിശേഷമായ പ്രകാശഗോപുരങ്ങളിലായിരിക്കും മഹ്ശറിൽ ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. സ്വഹീഹ് മുസ്ലിമിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അന്ന റജുലൻ സാറ അഖൻ ലഹു ഫി ഖറിയത്തിൻ ഉഖറ, ഒരു മനുഷ്യൻ തൊട്ടടുത്ത ഗ്രാമത്തിലുള്ള മറ്റൊരു ഗ്രാമത്തിലുള്ള തന്റെ സഹോദരനെ വിസിറ്റ് ചെയ്തു, സന്ദർശിച്ചു. എന്റെ കൂട്ടുകാരനെ, അടുത്ത ഗ്രാമത്തിൽ എന്റെ കൂട്ടുകാരനെ ഞാൻ പോയി കണ്ടു, അല്ലെങ്കിൽ എന്നെ വേറൊരാൾ വന്ന് കണ്ടു. ഫഅർസദല്ലാഹു ലഹു അലാ മദ്റജതിഹി, അവന്റെ പദവി അനുസരിച്ച് അള്ളാഹു എന്ത് ചെയ്യുമെന്നറിയാമോ? അവന് ഒരു നിരീക്ഷകനെ വെച്ചു കൊടുക്കും. ഒരു മലക്കനെ നിരീക്ഷകനായിട്ട് എന്ത് ചെയ്യും? അവന് സംരക്ഷകനായി പോകുന്ന യാത്രയിൽ ഒരു മലക്കനെ വെച്ചു കൊടുക്കും. ഫലമ്മ അത്താ അലൈഹി, അങ്ങനെ അവൻ ആ സുഹൃത്തിന്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ, അയിന തുരീദു, എവിടെയാക്കാണ് നീ ഉദ്ദേശിക്കുന്നത്? ഉരീദു അഖൻ ലി ഫി ഹാദിഹിൽ ഖറയ, എന്ന് ചോദിച്ചാൽ ഈ ഗ്രാമത്തിൽ എനിക്കൊരു സഹോദരൻ അവിടേക്കാണ്. ഹല്ലക അലൈഹി മിൻ നിഅമത്തിൻ തറുബുഹ, നിനക്ക് അവിടുന്ന് വല്ല നേട്ടവും കിട്ടാൻ വേണ്ടിയിട്ടാണോ പോകുന്നത്? ഇല്ല, അല്ല. ഗൈറ അന്നി അഹബ്ബതുഹു ഫില്ലാഹി അസ്സ വജൽ, അള്ളാന്റെ മാർഗത്തിൽ ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവിടെ എന്തെങ്കിലും കിട്ടും, ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നാണ്, എന്തെങ്കിലും ഒരു പൊതി കിട്ടുമെന്ന് വിചാരിച്ച് പോവല്ല. പിന്നെ അയാൾ തൗഹീദുള്ള ആളാണ്, സലഫിയാണ്. അതുകൊണ്ട് അദ്ദേഹം ഞാനും സുഹൃത്തുക്കളാണ്. ഇപ്പൊ വേറൊരു നാട്ടിലാണ് താമസം. അതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി, ആ ബന്ധം പുതുക്കാൻ വേണ്ടി മാത്രം ഞാൻ അവിടെ പോവാണ്. ദുനിയാവ് ലക്ഷ്യം വെച്ചിട്ടല്ല പോകുന്നത്. ഖാല ഫഇന്നി റസൂലുള്ളാഹി ഇലൈക്, ഞാൻ നിന്നിലേക്കുള്ള അള്ളാഹുവിന്റെ ദൂതനാണ്. ബി അന്നല്ലാഹ ഖദ് അഹബ്ബക കമാ അഹ്ബബ്തഹു ഫീ, നീ അവനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നത് പോലെ അള്ളാഹു നിന്നെയും സ്നേഹിക്കുന്നു എന്ന് ആ മലക്ക് പറയും. അപ്പൊ അള്ളാഹിന്റെ മാർഗത്തിൽ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി യാത്ര പുറപ്പെട്ടു പോയാൽ ഒരു മലക്കിനെ അള്ളാഹുവിന് വേണ്ടി പ്രത്യേകമായി നിശ്ചയിക്കും. അവന്റെ നീയത്തിന്റെ ഇഖ്ലാസ് അനുസരിച്ച് അവനെ ആ മലക്ക് സന്തോഷ വാർത്ത അറിയിക്കും. നമ്മൾ നേരിട്ട് കേൾക്കുന്നില്ലെങ്കിലും അങ്ങനെ നടക്കുന്നുണ്ടെന്നുള്ള വിവരം നമുക്ക് ആര് പറഞ്ഞു തന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. അപ്പൊ പരസ്പരം നമ്മൾ എന്ത് ചെയ്യണം? സന്ദർശിക്കണം. സുഹൃത്തുക്കളെ സന്ദർശിക്കുക, സലാം പറയുക, മുസാഫഹത്ത് ചെയ്യുക. ഇതൊക്കെ എന്താണ്? ഇത് നമുക്ക് പരസ്പരം ബന്ധം ചേർക്കുന്നതിന്റെ ഭാഗമായി. സാലിഹ് ഫൗസാൻ ഷെയ്ഖ് അദ്ദേഹം 8ാമതായി വലാഇന്റെ വിഷയത്തിൽ പറഞ്ഞു, ഇഹ്തിറാമു ഹുഖൂഖിഹിം, അവരുടെ അവകാശങ്ങൾ നമ്മൾ പവിത്രമായി പരിഗണിക്കണം. നമ്മളെ അവകാശം മാത്രമല്ല, ഒരു മുസ്ലിം സഹോദരന്റെ അവകാശം നമ്മൾ എന്ത് ചെയ്യണം? പവിത്രമായി പരിഗണിക്കണം. അതെന്തെങ്കിലും ആവട്ടെ എന്ന് വെക്കാൻ പാടില്ല. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ യബിഉ ഹാളിറുൻ ലിബാദിൻ, ഒരു നാഗരികൻ ഒരു ബദുവിന് വിൽപ്പന നടത്താൻ പാടില്ല. മനസ്സിലായില്ലേ? 2 തരം കച്ചവട സംസ്കാരമുള്ള ആൾക്കാർ കച്ചവടം നടത്തിയാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, അത് ശ്രദ്ധിക്കണം. വലാ തനാജസു, അതേപോലെ തന്നെ വിലയേറ്റി പറയാൻ പാടില്ല. ചില ആളുകൾ എന്ത് ചെയ്യും? കച്ചവടം പൊട്ടിക്കാൻ വേണ്ടിയോ മറ്റേ കച്ചവടക്കാരോട് കയറാതിരിക്കാൻ വേണ്ടിയൊക്കെ ഈ കമ്പോളത്തിൽ പോയാൽ ഒരുപാട് തോന്നിയാസുണ്ട്. അത് ഞാൻ പറയാൻ മാത്രം എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ പലതും കേട്ടിട്ടുണ്ട്. ചില ആളുകളെ ചില മാർക്കറ്റിൽ കച്ചവടം ചെയ്യാൻ വന്നാൽ അയാൾ അങ്ങോട്ട് കയറാതെക്കാനോ പിറ്റേന്ന് താഴോട്ട് പൂട്ടിപ്പോകാനുള്ള പണി പണ്ടേ അവിടെ കച്ചവടം നടത്തുന്ന പലർക്കും അറിയാം. അതിനുള്ള ചില ഏർപ്പാടുകളൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ എന്ത് ചെയ്യും? ചില ആളുകളെ
ഒരാൾ കച്ചവടം പറയുന്ന കിടക്ക് വേറൊരാൾ പോയിട്ട് കൂടുതൽ വില കൊടുത്തിട്ട് ആ സാധനം വാങ്ങിക്കാം. അങ്ങനെയുള്ള പല ഏർപ്പാടുകളുണ്ട്. ഇതും മൊത്ത കച്ചവടക്കാരുടെ അടുത്തും റീറ്റെയിൽ കച്ചവടക്കാരൊക്കെ പല ലക്ഷ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കും. അത് പാടില്ല. അതാണ് വലാ തനാജസു എന്ന് പറഞ്ഞത്. വലാ യസീദന്ന അലാ ബൈ അഖീഹി, ഒരു സഹോദരന്റെ കച്ചവടത്തിലേക്ക് നിങ്ങൾ ഏറ്റിപ്പറയരുത്. അയാൾ കച്ചവടം പൂർത്തിയാട്ടെ. അയാൾ 50, 30 എന്ന് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഇപ്പുറത്ത് രണ്ടും ഒന്നിനും വിശദീകരിച്ച് തന്നെയാണ്. വലാ യഖ്തുബന്ന അലാ ഖിത്ബത്തിഹി, ഒരു സഹോദരൻ കല്യാണാലയം നടത്തിയ പെണ്ണിനെ പോയിട്ട് നിങ്ങൾ കല്യാണം നടത്തരുത്. തീരുമാനമായിട്ടില്ല, പോയി കണ്ടിട്ടേ ഉള്ളൂ. അപ്പം നിങ്ങളെടുക്ക പോണ്, ഞാൻ കല്യാണം ആലോചിക്കാൻ പോരാ എന്നാളെ മോളെ ഞാൻ പോകണമെന്ന് വിചാരിച്ചാണ്. അപ്പോഴേക്കും മറ്റേ ആൾ എന്ത് ചെയ്തു, കല്യാണം ആലോചിക്കാൻ പോയി. അവൻ പോയി വരട്ടുന്നിട്ട് ഞാൻ പോവാം. അവൻ അസറിന് ശേഷം പോയി, അവൻ മരുവിന് ശേഷം പോയി. അത് പാടില്ല. അവിടെ വീട്ടിൽ കല്യാണം പെണ്ണ് കാണാൻ വരുന്ന ആളുകൾ എന്ത് ചെയ്യണം, ആ കാണാൻ വന്ന ആളെ കാര്യം തീർപ്പാക്കണം. എന്നിട്ട് വേണം രണ്ടാമത്തെ ആളെ കാണിക്കാൻ. ഇത് 10 ആളെ കൊണ്ടൊന്ന് കാണിച്ചിട്ട് നമുക്കെല്ലാം കൂടി 10 സെലക്ട് ചെയ്തല്ല പെണ്ണിന്റെ ആ വീട്ടുകാരൻ സെലക്ട് ചെയ്യേണ്ടത്. ആദ്യം പോകുന്നതിന് എന്ത് ചെയ്യണം, അതുകൊണ്ട് തന്നെ ഒരുപാട് കാലം നീട്ടിവെക്കുക. ഒരു പെണ്ണ് കണ്ടതിന് ശേഷം 3 മാസം 6 മാസമൊക്കെ കാത്തിരിക്കുക, അതൊന്നും ശരിയല്ല. ഇന്ന് പോയി കണ്ടാൽ ഇന്ന് വൈകുന്നേരം നാളെ അഭിപ്രായം കൊടുക്കണം, എനിക്ക് ഇഷ്ടപ്പെടും, അത് കഴിഞ്ഞിട്ട് അടുത്താൾ വരാൻ പാടുള്ളൂ. ഇത് ചില പെണ്ണുങ്ങൾ എന്ത് ചെയ്യും, ഒരാൾ രാവിലെ വന്ന് കാണും, ഒരാൾ ഉച്ചക്ക് വന്ന് കാണും, വൈകുന്നേരം കാണും. ബ്രോക്കർമാർ അങ്ങനെ ഓരോന്നിങ്ങനെ കൊണ്ടുവരും. എല്ലാവരും വന്ന് കണ്ടിട്ട് ചിലപ്പോൾ രണ്ടാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇവരാകെ അജബായി ഏതപ്പോൾ തിരഞ്ഞെടുക്കുക. അങ്ങനെ അതൊക്കെ ഇല്ലാതിരിക്കാൻ നല്ലത് ആദ്യം വരുന്ന ആളെ തന്നെ എന്ത് ചെയ്യുക, തീരുമാനമാക്കുക, വേണോ വേണ്ടേ. അതാണോ അങ്ങനെ തന്നെ. ഒരു പെണ്ണിനെ കാണാൻ പോയാൽ എന്ത് ചെയ്യാം, അവിടെ ഒന്നുണ്ട്, അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ആ ഒരു വണ്ടി പോകുമ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ ഇറങ്ങി അതും കാണാം, അതിൻ്റെ അപ്പുറത്ത് ഇറങ്ങി അതും കാണാം. അങ്ങനെ 4 എണ്ണം കാണാൻ ഒരുമിച്ച് പോകാൻ പാടില്ല. പെണ്ണ് കാണാൻ പോകുമ്പോൾ ഒരു സമയത്ത് ഒന്നേ കാണാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ഒരാൾ കാണാൻ പോയതിലേക്ക് നമ്മൾ എന്ത് ചെയ്യരുത്, മറ്റോ പോയി ഓൻ ഉറപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ, ഞാൻ കാണുന്നു, കണ്ടില്ലെങ്കിൽ എനിക്ക് നോക്കാൻ പറ്റുമെങ്കിൽ, ഇങ്ങനെയുള്ള ഒരു സാധാരണ നിലവാരം പാടില്ല. ഒരു സഹോദരന്റെ കല്യാണാലോചനയിലേക്ക് കയറി കല്യാണം നടത്തരുത്. വലാ തസ്അലിൽ മർഅത്തു ത്വലാഖ ഉഖ്തിഹാ ലിതസ്തക്ഫി ഐനാഅഹാ, ഒരു പെണ്ണ് തന്റെ സഹോദരിയോട് തലാഖ് വേണമെന്ന് പറയരുത്. നീ നിന്റെ ഭർത്താവിനെ ഒഴിവാക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. എനിക്ക് അയാളെ ഇഷ്ടമാണ്, ഞാൻ അയാളെ കെട്ടട്ടെ, മനസ്സിലായില്ലേ. അങ്ങനെ നമുക്ക് മനസ്സിലാവില്ല, ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും, എന്ത്, എനിക്ക് അയാളോട് പണ്ടേ ഇഷ്ടമുള്ളതാണ്, എന്നെ വീട്ടുകാർ നിർബന്ധിച്ച് കെട്ടിയല്ലേ, അതുകൊണ്ട് നീ എന്ത് ചെയ്യും, ഒന്ന് മാറിക്കൊടുക്കുക. ഒരിക്കലും കല്യാണം കഴിഞ്ഞ ഒരാളെ പിരിക്കാൻ വേണ്ടി വേറൊരു പെണ്ണ് എന്ത് ചെയ്യാൻ പാടില്ല, ശ്രമിക്കാൻ പാടില്ല. ഇങ്ങനത്തെ ഹദീസ് ഒന്നായിട്ട് വിഷയം വന്നുകൊണ്ട് ഞാൻ എല്ലാം പറഞ്ഞു. സഹീഹ് ബുഖാരി. ഷെയ്ഖ് പറയുന്ന 9ാമത്തെ കാര്യം അരിഫ്ഖു ബിളിആഫിഹിം, പരസ്പര ബന്ധം ചേർക്കുന്നതിൽ നമ്മൾ ദുർബലരോട് കനിവ് കാണിക്കണം. പ്രായം ചെന്നവർ, കുട്ടികൾ, അങ്ങനത്തെ ദുർബലരുണ്ടല്ലോ, അവരോട് പ്രത്യേകം എന്ത് ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്നാ മൻ ലം യുവഖിർ കബീറന വയർഹം സഗീറന, മുതിർന്നവരെ ആദരിക്കാത്തവനും ചെറിയവരോട് കരുണ കാണിക്കാത്തവനും നമ്മിൽപ്പെട്ടവനല്ല. മുതിർന്നവരോട് ബഹുമാനിക്കാത്ത ആളും കുട്ടികളോട് കരുണ കാണിക്കാത്ത ആളും നമ്മിൽപ്പെട്ടവനല്ല എന്നാര് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുസ്അബ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹം പറഞ്ഞു, പിന്നെ അന്ന ലഹു ഫദ്ലൻ അലാ മൻ ദൂനഹു, സഅദ് റളിയല്ലാഹു അൻഹുവിന് മറ്റു ചിലർക്കില്ലാത്ത ചില യോഗ്യതകൾ ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ. ഫഖാല, എന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൽ തുൻസറൂന വതുർസഖൂന ഇല്ലാ ബിളുഅഫാഇക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ ദുർബലന്മാരെ കൊണ്ടല്ലാതെ നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള വിജയവും അതേപോലെ തന്നെ അള്ളാഹുവിൽ നിന്നുള്ള റിസ്ക്കും ലഭിക്കുമോ? നമുക്ക് ചില യോഗ്യത കാണുമ്പോൾ നിങ്ങൾ യോഗ്യന്മാരാന്ന് കണക്കൂട്ടണ്ട. നിങ്ങൾ യോഗ്യത കാണാത്ത ആളുകൾ, ലൈഫായ ആൾക്കാർ നാട്ടിൽ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ് അള്ളാഹ് മഴ തരുന്നതും ഭക്ഷണം തരുന്നതും എന്നൊക്കെ എന്താണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് റിസ്ക് കിട്ടുന്നതും നസർ സഹായം കിട്ടുന്നതും നിങ്ങളുടെ ദുർബലന്മാരെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ ളുഅഫാ ഉള്ളത് കൊണ്ടാണ് അള്ളാഹ് നമ്മളെ പരിഗണിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ ആരെ പരിഗണന ഉണ്ടാവില്ല, ലൈഫുമാരെ പരിഗണന ഉണ്ടാവില്ല. പക്ഷെ മുസ്ലിങ്ങൾ തമ്മിൽ പരസ്പരം വലായിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ദുർബലരായി പോകുന്ന ആളുകൾ നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യണം, പരിഗണിക്കണം എന്നുള്ളത്. ഖുർആനിലുണ്ട്, സൂറത്തുൽ കഹ്ഫ് 18ാമത്തെ സൂറത്ത് 28ാമത്തെ ആയത്ത്, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും, അവരുടെ റബ്ബിന്റെ കൂടെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരോടൊപ്പം നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ അടിയുറപ്പിച്ച് നിർത്തണം. എപ്പോൾ റബ്ബിനെ വിളിക്കുന്നു, ബിൽ ഗദാത്തി വലശി, പ്രത്യേകിച്ച് പ്രഭാതത്തിലും പ്രദോഷത്തിലും, യുരീദൂന വജ്ഹു, റബ്ബിന്റെ തിരുമുഖം ദർശിച്ചുകൊണ്ട്, വലാ തഅദു ഐനാക അൻഹും, അവരിൽ നിന്ന് നിന്റെ കണ്ണ് മടങ്ങിപ്പോകാൻ പാടില്ല, തുരീദു സിനത്തുൽ ഹയാത്ത് ദുനിയ, ദുനിയാവിന്റെ അലങ്കാരം മോഹിച്ചുകൊണ്ട്. അപ്പൊ ദുനിയാവിന് വേണ്ടി എന്ത് ചെയ്യാൻ പാടില്ല, സാധുക്കളായ അള്ളാനെ മാത്രം ദുആ ചെയ്ത് രാവിലെയും വൈകുന്നേരം കഴിച്ചു കൂട്ടുന്ന ആൾക്കാരെ നീ ഒയ്യാൻ പാടില്ല. അവരുടെ അടുത്ത് നിന്ന് കണ്ണ് തെറ്റിപ്പോരുത്. നമുക്ക് സാധാരണക്കാരായ ആളുടെ കണ്ണ് പോകില്ല. കുറച്ച് ഉയർന്ന ആൾക്കാരുടെ പ്രമാണിമാരുടെ അടുത്തേക്ക് മാത്രം എന്തേ ഉള്ളൂ, കണ്ണു പോകുള്ളൂ. അവരെ പ്രത്യേകം സംഘടിപ്പിക്കുക, അവരെ പ്രത്യേകം ആദരിക്കുക, അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. എന്നിട്ട് ദുർബലന്മാരെ നമ്മൾ എന്ത് ചെയ്യുക, അവഗണിച്ചു പോവാം. അപസപത്തവല്ല എന്ന് നിങ്ങൾ ഓർക്ക് ഞാൻ വിശദീകരിക്കുന്നില്ല. പരസ്പര ബന്ധം വലാഇന്റെ കാര്യത്തിൽ ഷെയ്ഖ് സൂചിപ്പിക്കുന്ന 10ാമത്തെ കാര്യം,
അദ്ദുആഉ ലഹും വൽ ഇസ്തിഗ്ഫാറു ലഹും. സത്യവിശ്വാസികൾക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കണം, പാപമോചനം തേടണം. നമുക്ക് വേണ്ടി മാത്രമല്ല. ഖുർആനിലുണ്ട് സൂറത്ത് മുഹമ്മദ് 47-ാമത്തെ സൂറത്തിലെ 19-ാമത്തെ ആയത്ത്. 47-ാം സൂറത്തിലെ 19-ാമത്തെ ആയത്ത്. അപ്പൊ 10-ാമത്തെ കാര്യം എന്താണ്? അദ്ദുആഉ ലഹും വൽ ഇസ്തിഗ്ഫാറു ലഹും. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം, പാപമോചനം തേടണം. എന്താ സൂറത്ത് മുഹമ്മദ് പറഞ്ഞത്? വസ്തഗ്ഫിർ ലിദംബിക്, നിന്റെ പാപത്തിന് വേണ്ടി നീ മാപ്പ് ചോദിക്കണം. നിന്റെ പാപത്തിന് വേണ്ടി മാത്രമല്ല, വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അഖില മുഅ്മിനുകൾക്കും മുഅ്മിനത്തുകൾക്കും വേണ്ടിയും നീ എന്ത് ചെയ്യണം? മാപ്പ് ചോദിക്കണം. അല്ലെ? ഉദാഹരണത്തിന് റബ്ബനാ ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, സൂറത്തുൽ ഹശ്റിലെ 10-ാമത്തെ ആയത്ത്. അവിടെ നമ്മൾ നമുക്കും മുൻകടന്നുപോയ മറ്റു മുഅ്മിനുകൾക്കും നമ്മൾ എന്ത് ചെയ്യണം? മാപ്പ് തരണേന്നാണ് ഈമാനുമായി മുൻകടന്ന മറ്റുള്ള സഹോദരങ്ങൾക്കും മാപ്പ് തരണേന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പം വലാഇന്റെ ഭാഗമായി പറഞ്ഞ 10 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. സത്യവിശ്വാസത്തിൽ ബന്ധം ചേർക്കേണ്ട 10 മേഖലകൾ ഏതൊക്കെയാണ്? ഒന്ന്, അഹ്ലുസുന്നത്തിന്റെയും മുഅ്മിനുകളുടെയും സലഫുകളുടെയും കൂടെ ജീവിക്കാൻ, അവരുടെ നാട്ടിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുക, അതിന് പറ്റാത്ത നാട്ടിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടി താല്പര്യം കാണിക്കുക എന്നുള്ളതാണ് ഒന്ന്. മനസ്സിലായല്ലേ? റസൂലുള്ളാഹി പറഞ്ഞിട്ട് അന ബരീഉം മിൻ കുല്ലി മുസ്ലിം യുഖീമു ബൈന അളുഹുരിൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളുടെ ഇടയിൽ ജീവിക്കുന്ന മുസ്ലിമിന് ഞാൻ ഒഴിവാണ്. തോന്നിയാൻ ചെയ്തിട്ട് ഞാൻ മുസ്ലിങ്ങളുടെ ഇടയിലായിപ്പോയതുകൊണ്ട് ആ പടച്ചോനെ ഇങ്ങനെ ചെയ്തു തന്നാൽ റസൂല് സമ്മതിക്കൂല. ഞാനിങ്ങനെ കാഫിറുകളുടെ ഇടയിൽ ജീവിച്ചുകൊണ്ട് പഠിച്ചോൻ എനിക്കിങ്ങനെ പലിശന്റെ കാര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു, ഹിജാബിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല, മഹറമിനെ ഞാൻ നോക്കിയില്ല, ഞാൻ കാഫിറുകളുടെ ഇടയിൽ ഇങ്ങനെ ജീവിക്കല്ലായിരുന്നു. റസൂലുള്ള പറയാണ്, അവർക്ക് അനുകൂലമായി എനിക്കൊന്നും പറയാനില്ല. അന ബരീഉം മിൻ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിൽ നിന്നും ഞാൻ ഒഴിവാണ്. യുഖീമു ബൈന അളുഹുരിൽ മുശ്രിക്കീൻ, മുശ്രിക്കുകൾക്കിടയിൽ താമസിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് അനുകൂലമായിട്ട് പറയാൻ എൻ്റെ അടുത്തൊന്നുമില്ല. ആരാ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പലർക്കും ഒരു സമയം ഇന്ത്യ രാജ്യത്താണ് ജീവിക്കുന്നത്, ഇവിടെ വേറെ നിയമം. പലരും വിഷയം തന്നെ എന്താണ്? ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്നിട്ട് ചർച്ച ചെയ്യാൻ എന്തിന്? ഇവിടുത്തെ ഉത്സവങ്ങളോട് സഹകരിക്കാനും അതേപോലെ വലാഗ് ബറായിൽ ഇളവ് നടത്താനും. വലാഗ് ബറാഗ് നിശ്ചയിക്കേണ്ട നമ്മൾ സംഘടനക്കാരും നേതാക്കന്മാരും പണ്ഡിതന്മാരും അല്ല, അത് അല്ലാഹ് നിശ്ചയിക്കാം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. നമ്മൾ ഇന്ത്യ രാജ്യത്താണ്, മക്കത്തും മദീനത്തും പഠിപ്പിച്ച നിയമം അങ്ങനെ തന്നെ ഇവിടെ എല്ലാ വിഷയത്തിലും ഫിറ്റാക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് വലാഗിലും ബറായിലും ഫിറ്റാക്കാൻ പറ്റൂല. ഇതാണ് ന്യൂനപക്ഷ മുസ്ലിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ ചർച്ചകൾ തലക്കെട്ട്. അങ്ങനെ ചർച്ച ചെയ്യുന്നതിന് അർത്ഥമല്ല. നമ്മൾ ന്യൂനപക്ഷമാണെങ്കിലും ഭൂരിപക്ഷമാണെങ്കിലും മുസ്ലിം തന്നെയാണ്. മനസ്സിലായില്ലേ? വലാവും ബറാവും തന്നെയാണ്. അത് ആ നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? പരിഗണിക്കണം. രണ്ടാമതായി പറഞ്ഞത് മുനാസറത്തുൽ മുസ്ലിമീന വ മുആവനതുഹും ബിന്നഫ്സി വൽ മാലി വൽ ലിസാൻ ഫിമാ യഹ്താജൂന ഇലൈഹി ഫീ ദീനിഹിം വ ദുനിയാഹും. മുസ്ലിങ്ങളെ പരസ്പരം സഹായിക്കുകയും അവരോട് സഹകരണം അർപ്പിക്കുകയും വേണം. എങ്ങനെ? ശരീരം കൊണ്ടും സ്വത്തുകൊണ്ടും നാവുകൊണ്ടും അവർക്ക് ആവശ്യമുള്ള ദീനിന്റെയും ദുനിയാവിന്റെയും വിഷയങ്ങളിൽ. മൂന്നാമതായി പറഞ്ഞ അതേ ശേഖ് സൂചിപ്പിച്ച കാര്യം അത്തഅല്ലുമു ലി അലമിഹിം വ സുറൂർ ബി സുറൂരിഹിം, അവരുടെ വേദന നമുക്ക് വേദന ഉണ്ടാകണം, അവരുടെ സന്തോഷത്തെ നമ്മൾ സന്തോഷിക്കണം. നാലാമത്തെ കാര്യം അന്നുസ്ഹു ലഹും വ മഹബ്ബത്തുൽ ഖൈരി ലഹും വ അദ്മു ഗിശ്ഹിം വ ഖദിയതിഹിം, അവരോട് ഗുണകാംക്ഷികളായിരിക്കണം, ചതി കാണിക്കാൻ പാടില്ല, അവർക്ക് നന്മ മാത്രം ആഗ്രഹിക്കണം എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം ഇഹ്തിറാമുഹും വ തൗഖീറുഹും വ അദ്മു തനഖ്സിഹിം വഅയ്ബിഹിം, അവരിലൊരിക്കലും അവരുടെ ന്യൂനതകൾ വെളിപ്പെടുത്താതെ അവരെപ്പോഴും ആദരിക്കുന്നവരായിരിക്കണം. ആറാമതായി അൻയകൂന മഅഹും ഫി ഹാലിൽ ഉസ്രി വൽ യുസ്രി വശിദ്ദത്തി വറഖായി, പ്രയാസത്തിന്റെയും എളുപ്പത്തിന്റെയും ഘട്ടങ്ങളിൽ, ക്ഷാമത്തിന്റെയും ക്ഷേമത്തിന്റെയും ഘട്ടങ്ങളിൽ അവരുടെ കൂടെ തന്നെ നിൽക്കണം. മനസ്സിലായില്ലേ? അതാണ്. ഏഴാമതായി സിയാറത്തുഹും വ മഹബ്ബത്തുൽ ഇൽതിഖാഇ ബിഹിം വൽ ഇജ്തിമാഇ മഅഹും, അവരെ സിയാറത്ത് ചെയ്യണം, അവരെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടണം, അവരുടെ കൂടെ കഴിച്ചു കൂട്ടാൻ ഇഷ്ടപ്പെടണം. അതാണ് ഏഴാമത്തെ കാര്യം. മുസ്ലിം പരസ്പരം ഇഷ്ടപ്പെടണം. എട്ടാമതായി ഇഹ്തിറാമു ഹുഖൂഖിഹിം, അവരുടെ അവകാശങ്ങൾ നമ്മൾ വിലമതിക്കണം. 9 അരിഫ്ഖു ബിളിആഫിഹിം, അവരുടെ ദുർബലരോട് നാം പ്രത്യേകം ദയാവായ്പും കനിവും കാണിക്കണം. 10ാമത്തെ കാര്യം അദ്ദുആഉ ലഹും വൽ ഇസ്തിഗ്ഫാർ ലഹും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പാപമോചനം തേടുകയും ചെയ്യണം. ഇനി നമുക്കറിയേണ്ടത് മുസ്ലിങ്ങളല്ലാത്തവരോട് സഹകരിക്കാൻ വല്ലതുണ്ടോ? വലായിൽ. അതാണ് മുസ്ലിങ്ങളല്ലാത്തവരുടെ അടിസ്ഥാനപരമായി ബറാ ആണ്, വലാ ഇല്ല. പിന്നെ ചില ഇളവുകളുണ്ട്, അത് വലായിൽ പെടുകയില്ല. അവരോട് കുറച്ചെങ്കിലും വല ആകാം നല്ല പഠിക്കേണ്ടത്. കാഫറിനോട് വലാ തീരെ ഇല്ല, പക്ഷെ വല ആണ് എന്ന് തോന്നാവുന്ന ചില സംഗതികൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതൊരിക്കലും സ്നേഹബന്ധമായി വളരാൻ പാടില്ല. അത് കേവലം ഒരു ഇടപാട്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു അമുസ്ലിമായ ആൾ നിങ്ങളെ വീട്ടിൽ വന്ന് ജോലി ചെയ്തു, തെങ്ങുമ്മ കയറി, അല്ലെങ്കിൽ കൃഷി അയാൾ ഉഴുതു, അങ്ങനെ എന്തെങ്കിലും പണി ചെയ്തു. അപ്പൊ അയാൾക്ക് നിങ്ങൾ വീട്ടിൽ ഭക്ഷണം വെച്ചു കൊടുത്തു, അയാളോട് നല്ല വർത്താനം പറഞ്ഞു, അയാൾക്ക് കൂലി കൊടുത്തു, പണി ഇഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾ 10 രൂപ അധികം കൊടുത്തു. അതൊന്നും എന്തല്ല? അയാളോടുള്ള ആത്മസ്നേഹത്തിന്റെ അടയാളം. അതൊക്കെ ചെയ്യാം. അതൊന്നും ഒരു ആത്മസ്നേഹത്തിന്റെ അടയാളമായി കാണേണ്ടല്ലോ. വിഷയം മനസ്സിലായില്ലേ? ഇത് ഞാൻ ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞ. ഏതൊക്കെ വിഷയങ്ങളിൽ അവരോട് നമുക്ക് ഇളവുണ്ട്? എന്താണ് ആ മുസ്ലിങ്ങളോടുള്ള
ആനുകൂല്യങ്ങൾ ഏതൊക്കെ വിഷയത്തിൽ കാണിക്കാൻ പറ്റും. ഇന്ന് കാണിച്ച് ചിലപ്പോൾ നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി പോകുമ്പോൾ വിചാരിക്കുന്നത് മുസ്ലിങ്ങളാണോ സംഘടിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? അതിലെന്തുണ്ടാവും? ബാനർ ഉണ്ടാവും, പോസ്റ്റർ ഉണ്ടാവും, മുസ്ലിങ്ങൾ നടത്തുന്ന സ്ഥാപനത്തിന്റെ പരസ്യം. അവർ സംഭാവന എടുത്ത ലിസ്റ്റിൽ ഒന്നാമതായിട്ട് ഇന്ന ആചാർ, ഇന്ന മുതലാളി, ഇന്ന സംഘടനയുടെ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ് കാണാൻ പറ്റും. ക്ഷേത്രം, അതിൽ ഉത്സവം വരുന്ന നേരത്ത് അതിന്റെ റെസിപ്റ്റിൽ മുസ്ലിം സംഘടനാ നേതാവിന്റെ വക ഒന്നാമത് സംഭാവന 5100 രൂപ. മനസ്സിലായില്ലേ? എല്ലാ ഉത്സവത്തിനും എൻ്റെ വക ആദ്യത്തെ തേങ്ങ അങ്ങനെ കൊടുക്കുന്ന ആൾക്കാർ. അതേപോലെ തന്നെ ശബരിമലക്ക് പോകുന്നവർക്ക് യാത്രയപ്പ്. മനസ്സിലായില്ലേ? സ്വാമിമാരൊക്കെ പള്ളി മുറ്റത്ത് വരെ കയറ്റിയിരുത്തിയിട്ട് എന്ത് ചെയ്യുക, യാത്രയപ്പ് കൊടുത്ത സംഘടനക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. സ്വാമിമാരടക്കമുള്ള ആൾക്കാരെ പള്ളിയിൽ കൊണ്ടുവന്നിട്ട് ശബരിമലക്ക് യാത്രയാക്കുക. ഇയാൾക്കെന്ത് തൗഹീദ? പള്ളി എന്തിനുള്ള പാനൽ മസാജിദില്ല പല തൊതുവുമാണ് സൗഹാർദ്ദം. അങ്ങനെ അതിൽ വിട്ടുപോകാൻ പാടില്ല. ഒരു ചെറിയ ഇളവ് കിട്ടുമ്പോഴേക്കും എന്ത് ചെയ്യുക, ഒരു സൂചി കുത്താനുള്ള ദ്വാരേ കൊടുത്തിട്ടുള്ളൂ, അപ്പോഴേക്ക് നമ്മൾ ഒലക്ക കേട്ടതിനുള്ളൂ കൂടെ. മനസ്സിലായില്ലേ? അതാണ് ഇപ്പം നടന്നുകൊടുക്കുന്നത്. എന്താണ് വിഷയം? ആദ്യം നമ്മൾ ആയത്ത് പഠിക്കുക. സൂറത്ത് മുംതഹന 8-9 ആയത്തുകൾ. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതൂ ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ഇന്നമാ യൻഹാകുമുല്ലാഹു അനില്ലദീന ഖാതലൂകും ഫിദ്ദീൻ വഅഖ്റജൂകും മിൻ ദിയാരികും വലാഹറു അലാ ഇഖ്റാജികും മൻ തവല്ലൗഹും വമൻ യതവല്ലഹും ഫൗലൈക ഹുമുൽ ളാലിമൂൻ. ഇതിൽ രണ്ടും വന്നു. നിങ്ങളെ അള്ളാഹ് തടഞ്ഞിട്ടില്ല ദീനിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരിൽ നിന്ന്, നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കാത്തവരോട് എന്ത് തടഞ്ഞിട്ടില്ല? അൻ തബറൂഹും, അവർക്ക് നന്മ ചെയ്യുന്നത്, വതുഖ്സിതൂ ഇലൈഹിം, അവരോട് നീതിയിൽ വർത്തിക്കുന്നത് അള്ളാഹ് തടഞ്ഞിട്ടില്ല. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതി പാലിക്കുന്നവരെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നു. ഇന്നമാ യൻഹാകുമുല്ലാ, എന്നാൽ അള്ളാഹ് തീർച്ചയായും നിങ്ങൾക്ക് തടഞ്ഞിരിക്കുന്നു. അനില്ലദീന ഖാതലൂകും ഫിദ്ദീൻ വഅഖ്റജൂകും മിൻ ദിയാരികും, ദീനിന്റെ വിഷയത്തിൽ നിങ്ങളോട് പോരാടുകയും നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നവരോട്. മുസ്ലിങ്ങൾ ഇന്ത്യ രാജ്യത്ത് പുറത്തു പോകണമെന്ന് പറഞ്ഞാൽ വോട്ട് കൊടുക്കാൻ പറ്റുമോ? അവരോട് സഹകരിക്കാൻ പറ്റൂല. അത് നിങ്ങൾക്ക് അള്ളാഹ് തടഞ്ഞിരിക്കുന്നു. വലാഹറു അലാ ഇഖ്റാജികും, അതേപോലെ തന്നെ നിങ്ങളെ പുറത്താക്കാൻ വേണ്ടി പരസ്യമായി രംഗത്ത് വരുന്ന ആളുകളോട് അൻ തവല്ലൗഹും, അവരോട് ബന്ധം ചേർക്കുന്നത് അള്ളാഹ് വിലക്കിയിരിക്കുന്നു. വമൻ യതവല്ലഹും, അവരോട് ആരെങ്കിലും ബന്ധം ചേർത്താൽ ഫൗലൈക ഹുമുൽ ളാലിമൂൻ, അവരാണ് അക്രമികൾ. സൂറത്ത് മുംതഹന 8-9 ആയത്. ഇതിൽ 8ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് യുദ്ധം ചെയ്യുക, ദീനിന്റെ വിഷയത്തിൽ യുദ്ധം ചെയ്യേ, മുസ്ലിമാന്റെ പേര് നിങ്ങൾ യുദ്ധം ചെയ്യുക, നിങ്ങളെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കുകയും ചെയ്യാൻ ശ്രമിക്കാത്തവരോട് നന്മ ചെയ്യാൻ, നീതി പാലിക്കാം. ആ 2 കാര്യങ്ങളെ പാടുള്ളൂ. അവിടെ ഒരിക്കലും എന്ത് പറഞ്ഞിട്ടില്ല? പരസ്പര ബന്ധം പുലർത്താൻ, പരസ്പരം സ്നേഹിക്കാന്നുണ്ടില്ല. മനസ്സിലായില്ലേ? അൻതവാലവും തുഹിബ്ബൂനഹും എന്ന് പറഞ്ഞിട്ടില്ല. ഉണ്ടോ? പരസ്പര ബന്ധം സ്ഥാപിക്കാം, ആത്മബന്ധുക്കളാകാം, അതേപോലെ തന്നെ അവരെ സ്നേഹിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. അവരോട് സ്നേഹവും ഇല്ല, ബന്ധുത്വവും ഇല്ല. എന്തേ ഉള്ളൂ? നീതി പാലിക്കാം. നീതി പാലിക്കാൻ എന്താ? ഞാനൊരു കച്ചവടക്കാരനാണ്, അവൻ 1/2 കിലോ തക്കാളി ചോദിച്ചു, ഞാൻ 450 കൊടുത്താൽ മതിയോ? മുസ്ലിം ആണെങ്കിൽ 550 കൊടുക്കുക, ഖാഫറാണെങ്കിലും 450 കൊടുക്കുക. അത് അനീതിയാണ്, അത് പറ്റൂല എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അതേപോലത്തെ ഒരു കാര്യവും അവർക്ക് അർഹമായത് അവർക്ക് കൊടുക്കാം. കുഫറിന് ബലം ചെയ്യാത്ത രൂപത്തിലുള്ള ഏത് പ്രവർത്തനം നമുക്ക് എന്ത് ചെയ്യാം? അവരെ സഹായിക്കാൻ പറ്റും, അവരോട് നീതിപൂർവ്വം വർത്തിക്കാൻ പറ്റും. ഒരുപാട് തെളിവുകളിൽ കാണാൻ പറ്റും. പ്രത്യേകിച്ച് സ്വന്തം വാപ്പാരന്മാരൊക്കെയാണെങ്കിൽ കാഫറെങ്കിലോ മുശ്രിക്കെങ്കിലോ അവിടെയാണ് ഈ വിഷയം കൂടുതൽ വരുന്നത്. അല്ലാത്തവരുടെ ആ വിഷയമല്ല. നമുക്ക് അടിക്കേണ്ടി വരുന്നതും ബന്ധം പുലർത്തേണ്ടി വരുന്നതും ഭക്ഷണം കൊടുക്കേണ്ടി വരുന്നതൊക്കെ പ്രധാനമായിട്ട് ആർക്കാണ്? തൊട്ടടുത്ത അയൽവാസികൾ പട്ടിണി കിടന്ന് രോഗിയായി കിടക്കുകയാണ്. ആരും നോക്കാനില്ലാതെ ഒരു സ്ത്രീ, ഒരു പ്രായം ചെന്ന ഒരു പുരുഷനല്ലേ ഒരു സ്ത്രീ തൊട്ടടുത്ത് വിട്ട് കിടക്കുക. ഒരു അമുസ്ലിമാണ്, ഒരു കാഫറാണ്, നമ്മളയാൾ തിരിഞ്ഞു നോക്കണ്ടേ? അത് എന്താണ്? ഒരു നീതി മാത്രമാണ്, ഒരു മാനുഷിക പരിഗണന മാത്രമാണ്. അയാളുടെ ആത്മബന്ധമോ അടിസ്ഥാന സ്നേഹമോ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അയാൾ കുഫറിനെ ചെറുക്കേണ്ട ആളാണെങ്കിൽ അയാളുടെ തൗഹീദ് പറയണം എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അത് വേറെ വിഷയം. അത് രണ്ടും നമ്മൾ കൂട്ടിക്കലർത്തും. ബന്ധവും ദഅവത്തും എന്ത് ചെയ്യേണ്ടതില്ല? കൂട്ടിക്കലർത്തേണ്ടത്. ദഅവത്ത് നിർബന്ധമായി നടത്തിയില്ല മറുപടി വരും. നമ്മുടെ സാന്നിധ്യം ഉണ്ടായിട്ട് നമ്മുടെ അയൽപക്കത്തിൽ നമ്മളുമായിട്ട് ഇടപഴകുന്ന ഒരാൾക്ക് തൗഹീദിന്റെ ശബ്ദം എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ സംഗതി? നമ്മൾ ഉണരേണ്ടതല്ലേ? അത് നമുക്ക് ദഅവത്ത് വേറെ തന്നെ പഠിക്കാം. ഇത് ബന്ധം വേറെയാണ്. അപ്പൊ എന്താണ് അങ്ങനത്തെ വിഷയത്തിൽ? അതുകൊണ്ട് അവരോട് നന്മ ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അവർ പട്ടിണി എടുക്കുമ്പോൾ എന്ത് ചെയ്യുക? വെള്ളം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, മരുന്ന് സഹായിക്കുക, അത് നമുക്ക് ചെയ്യാം. അവർക്കുണ്ടാകുന്ന തടസ്സം നീക്കി കൊടുക്കാം. എന്നല്ലാതെ അവരെ മനസ്സുകൊണ്ട് സ്നേഹിച്ച് ആത്മബന്ധുക്കളെ പോലെ അവരെ കൂടെ നടക്കാൻ പറ്റുമോ? അത് പറ്റൂല. അതേപോലെ തന്നെ എനിക്ക് മുസ്ലിങ്ങളെക്കാളും ഇഷ്ടം വരെയാണെന്നും അറിയാം. മനസ്സിലായില്ലേ?
വീട് വിട്ട് ദൂരെ പോകുന്ന നേരം താക്കോൽ ഏൽപ്പിക്കേണ്ട ഒരു ഭാഗത്ത് മുസ്ലിം, ഒരു ഭാഗത്ത് മുസ്ലിം ഉണ്ടെങ്കിൽ മുസ്ലിമിന് സ്വഭാവം മോശം, അവൻ്റെ വീട്ടിൽ കൊണ്ടേ കൊടുക്കണ്ടേ. അവൻ്റെ വീട്ടിലാണ് എന്ത് ചെയ്യേണ്ടത്? കൊടുക്കേണ്ടത്. പിന്നെ ആളുകൾ വർഗീയത എന്നറിയും. നമുക്ക് മാത്രമേ വർഗീയത ഉള്ളൂ? ലോകത്തെല്ലാവരും അവനാൻ പഠിച്ച വിശ്വാസമല്ലേ? ഇതെല്ലാം ശരിയാണെന്ന് അതൊരു വർഗീയതല്ലേ? എല്ലാവരും ആദർശവും വേണമെന്ന് പറഞ്ഞാൽ ഒരു തലയില്ല എന്നല്ലേ അർത്ഥം? എല്ലാ ദിവസവും ശിർക്കും വേണം, തൗഹീദും വേണം, ഞങ്ങൾ പെരുന്നാളിനുണ്ട്, ഓണത്തിനുണ്ട്, ശ്രീകൃഷ്ണജയന്തിക്കുണ്ട് നൃത്തം പറഞ്ഞാൽ ഓനൊരു തലയില്ല എന്നല്ലേ? അത് ഓനൊരു ആദർശമല്ലേ? ആ ആദർശത്തിന് കൂടെ നിൽക്കേണ്ട ആവശ്യമല്ല നമുക്കുണ്ടോ? അത് വർഗീയതയല്ലേ? അവന്റെ പക്ഷം ചേർന്നുള്ളത് അവന്റെ വർഗീയതയാണ്. നമ്മളെ വർഗീയത എന്നാൽ നമ്മളെ സ്വീകരിക്കാത്ത ആളെ കൊന്നു കളയണം, പുറത്താക്കണം എന്നൊക്കെ പറയുമ്പോഴേ വർഗീയതയുള്ളൂ. എന്റെ വിശ്വാസം അത് പവിത്രമായി നിലനിൽക്കണം എന്നുള്ള എന്ത് പറയാൻ പറ്റില്ല? വർഗീയത എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മുസ്ലിമിനെ തന്നെ പരിഗണിക്കുന്നുണ്ട്. ഓന് കുറച്ച് സ്വഭാവ ദൂഷ്യമുണ്ട്, പെരുമാറ്റ ദൂഷ്യമുണ്ട് എന്ന് കരുതിയിട്ട് അവനെ അവഗണിച്ചിട്ട് അതിനേക്കാൾ വലിയ തിന്മ ചെയ്യുന്ന, കുഫറും ശിർക്കും ചെയ്യുന്ന ആളുകൾക്ക് പരിഗണന കൊടുക്കുന്ന, അവന്റെ മുഖത്തുള്ള ചിരി കണ്ടിട്ട് പരിഗണന കൊടുക്കുന്ന സ്വഭാവം വേണ്ട. കാരണം അവൻ ശൈത്താനെ കൊണ്ട് നടക്കുന്നത്. ഇവരൊന്നിലെ തൗഹീദ് പറഞ്ഞാൽ 5 നിസ്കരിക്കുന്ന ആളാണ്. ആ വ്യത്യാസം ഉണ്ടായിരിക്കണം, അത് പഠിക്കണം. ആ വ്യത്യാസം ഞങ്ങൾക്കുണ്ടെന്ന് അവരറിയണം, ബഹുദൈവാരാധകർ അറിയണം. അത് അവർ കേൾക്കെ പരസ്യമായി പറഞ്ഞു കൊടുക്കണം. നിങ്ങളോട് ബന്ധം പുലർത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല, അപ്പോഴേ ദഅവത്ത് ഇളകുള്ളൂ. നിങ്ങൾ തൗഹീദിലേക്ക് വന്നേ പറ്റും, നിർബന്ധ. സൗകര്യം ഉണ്ടേ വന്നാൽ മതി എന്നല്ല. നിങ്ങൾ തൗഹീദ് സ്വീകരിക്കൽ നിർബന്ധമാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ബലം ചെലുത്താത്തതുകൊണ്ട് അവൻ തൗഹീദ് സ്വീകരിക്കൽ നിർബന്ധം അല്ലാണ്ടാവോ? നമ്മൾ ഒരാളെ തൗഹീദിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി ബലപ്രയോഗം നടത്താത്തതുകൊണ്ട് അയാൾ തൗഹീദ് സ്വീകരിക്കണം എന്നുള്ളത് നമുക്ക് നിർബന്ധം അല്ലാതാവോ? ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നില്ലേ? അയാൾ തൗഹീദ് സ്വീകരിക്കണം എന്നുള്ളത് നമുക്ക് നിർബന്ധമാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ലാ ഇക്റാഹ ഫിദ്ദീൻ, ബലപ്രയോഗം നടത്താൻ പറ്റൂല. അത് വിഷയം വേറെ. പക്ഷെ അയാൾ തൗഹീദ് സ്വീകരിക്കണം നിർബന്ധമുള്ളതുകൊണ്ടാണ് അയാൾ ബന്ധവിച്ഛേദം നടത്തേണ്ടി വന്നത്. തൗഹീദ് സ്വീകരിച്ചാലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അയാളോട് ബന്ധം പുലർത്താൻ പറ്റുള്ളൂ. ഇത് നമ്മളെ വിശ്വാസമാണെന്ന് പ്രഖ്യാപിക്കണം. ഇബ്രാഹിം അലൈഹി സ്വലാം പ്രഖ്യാപിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച വായിച്ചു അല്ലേ? ഇന്നാ ബറഅഉ മിൻകും, നിങ്ങളിൽ നിന്ന് ഞാൻ ഒഴിവാണ്. സൂറത്ത് മുംതഹനിലെ 4-ാമത്തെ ആയത്ത്. പിന്നെ പറഞ്ഞു നിങ്ങൾ ആരാധിക്കുന്നവർ മാത്രം അബ്ദുന മിൻ ദൂനില്ലാഹ്, അല്ലാഹനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്നത് ഞാൻ ഒഴിവാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ലുഖ്മാൻ സൂറത്തിലെ 15-ാമത്തെ ആയത്ത്. വൈൻ ജാഹദാക അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ, തെളിവില്ലാത്ത ഒരു കാര്യത്തിൽ എന്നിൽ പങ്കു ചേർക്കണമെന്ന് ആ രണ്ടുപേർ നിന്നെ നിർബന്ധിച്ചാൽ, വാപ്പയമ്മേ, ഫലാ തുതീഉഹുമാ, അവരനുസരിക്കാൻ പാടില്ല. വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, ദുനിയാവിന്റെ വിഷയത്തിൽ അവരോട് നീ നല്ല രീതിയിൽ വർത്തിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ദുനിയാവിൽ നല്ല നിലക്ക് പെരുമാറാം. അതേപോലെ സൂറത്തുൽ ബഖറയിൽ 272-ാമത്തെ ആയത്ത് അതിൽ പറയുന്നുണ്ട്. പിന്നെ സൂറത്തുൽ ബഖറയിലെ 272-ാമത്തെ ആയത്ത്, ലൈസ അലൈക ഹുദാഹും, അവരെ ഹിദായത്തിലാക്കേണ്ട ചുമതല നിനക്കില്ല. വലാകിൻ അല്ലാഹു യഹ്ദി മൻ യശാ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ ഹിദായത്തിലാക്കും. വമാ തുൻഫിഖു മിൻ ഖൈരിൻ ഫലി അൻഫുസിക്കും, ഖൈറിൽ നിന്ന് നീ എന്ത് ചെയ്യണം? പിന്നെ നന്മ ഉദ്ദേശിച്ചാൽ ചെലവാക്കണം. ഇത് സെയ്ദ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പിതാവ് ഖൈസ് ഇസ്ലാം സ്വീകരിച്ചില്ല. അപ്പം അദ്ദേഹം ഭക്ഷണം കൊടുത്തില്ല, കാഫറായതുകൊണ്ട് തിന്നാൻ തരില്ല എന്നാണ്. അപ്പൊ അദ്ദേഹം വന്ന് പ്രവാചകൻ പരാതി പറഞ്ഞു, നിന്റെ മതത്തിൽ ചേർന്നതിന് ശേഷം എന്റെ മകൻ എനിക്ക് ഭക്ഷണം തരുന്നില്ല, നിന്റെ മതത്തിൽ അങ്ങനെ നിയമമുണ്ടോ? അപ്പൊ ഇറങ്ങിയതാണ് ആയത്ത്, ലൈസ അലൈക ഹുദാഹും വലാകിൻ അല്ലാഹു യഹ്ദി മൻ യശാ, ഹിദായത്ത് നിനക്ക് ബാധ്യതയല്ല, അത് അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹ് ഹിദായത്ത് കൊടുക്കും. മനസ്സിലായില്ലേ? പക്ഷേ അതിനുശേഷം പറഞ്ഞെന്താ? വമാ തുൻഫിഖു മിൻ ഖൈരിൻ ഫലി അൻഫുസിക്കും, നീ ഒരു സ്വത്ത് ചെലവഴിക്കുമ്പോൾ അത് നിനക്ക് വേണ്ടിയാണ്. വാപ്പാക്ക് തിന്നാൻ കൊടുത്താൽ നിനക്ക് കിട്ടും, കാഫറായ വാപ്പാക്ക് തിന്നാൻ കൊടുത്താൽ നിനക്ക് കൂലി കിട്ടും. അപ്പൊ അതെന്ത് ചെയ്യണം? അപ്പം ഭക്ഷണം കൊടുക്കാനേ ഉള്ളൂ. പക്ഷെ ആ വാപ്പാനോട് ആത്മസ്നേഹം പറ്റുമോ? എന്റെ വാപ്പയാണ്, നൊന്ത് പ്രസവിച്ച ഉമ്മയാണ്, അതുകൊണ്ട് ആത്മബന്ധമോ ആത്മസ്നേഹമോ ഇല്ല. എനിക്ക് അവരുടെ കുഫറിനോടും ശിർക്കിനോടും വെറുപ്പുണ്ടെന്ന് ഉമ്മയാണെങ്കിലും അറിയണം, വാപ്പയാണെങ്കിലും അറിയണം. മുഴത്തിന് മുഴം മൊയ്തീൻ ചെയ്യുന്ന വിളിക്കുകയും കണ്ട തങ്ങന്മാരെടുത്തൊക്കെ ചരട് കെട്ടും ചെയ്യുന്ന ഒരു ഉമ്മാനോട് എനിക്ക് വെറുപ്പുണ്ടെന്ന് ആ ഉമ്മ അറിയണം. പക്ഷെ ഉമ്മാക്ക് തിന്നാൻ കൊടുക്കണം, മരുന്നും കൊടുക്കണം. രണ്ട് വിഷയം. ഉമ്മ ആയതുകൊണ്ട് ഇങ്ങനെ കലവറല്ല സ്നേഹിക്കാൻ കൊണ്ട് നടക്കാനും പറ്റൂല. ശിർക്കിനെ കുഫറിന്റെ ആൾക്കാരാണെങ്കിൽ അത് ഉമ്മ ആയാലും പറ്റൂല, പിന്നല്ലേ ബാക്കിയുള്ളവർ. അത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കണം. അപ്പം ആത്മബന്ധം എന്ന് പറയുന്ന സ്നേഹബന്ധമല്ല എന്ത്? നീതി പാലിക്കാൻ. നീതി പാലിക്കുന്നതിനായി ചെറിയ അർത്ഥമേനുള്ളൂ. നന്മ ചെയ്യാൻ നമുക്ക് ഗുണം ചേർക്കാനുള്ള അർത്ഥമേ ഉള്ളൂ. അതിലപ്പുറം അവരുമായി ബന്ധം പുലർത്തുന്ന അർത്ഥമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഒരിക്കലും കുഫറിന്റെ ശിർക്കിന്റെ ആളുകൾ അവരെ കാര്യം നമ്മളാരും അവരാരേണ്ട ആവശ്യമില്ല. അവരവരെ വഴി, നമുക്ക് നമ്മളെ വഴി. അവരായിട്ട് നമുക്കുള്ള ബന്ധം ദഅവത്ത് മാത്രം. പിന്നെ എന്തൊക്കെ പറ്റും? ചില വിഷയങ്ങൾ കേട്ടോളും. ഒരു സംഭവം, അസ്മാ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ഒരു ദിവസം ഉമ്മ വന്നു. അസ്മാ ബീവിയുടെ അടുത്ത് ആര് വന്നു? അവരുടെ ഉമ്മ വന്നു. ഉമ്മ വന്നിട്ട് മോളോട് പറഞ്ഞു, തത്ലുബു സിലതഹ, നീ എന്താ എന്റെ വീട്ടിൽ വരാത്തത്? നീ ബന്ധം ചേർക്കണം എന്ന് പറഞ്ഞു. അതായത് ഉമ്മ കാഫറാണ്, മോളും മുവഹിദാണ്, അവിടെ ഉമ്മാനെ കാണാൻ പോവില്ല.
അപ്പൊ അങ്ങനെ വന്നപ്പോ ഉമ്മ 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 മോളെ കാണാൻ അങ്ങനെ വരും, മോളെ നീ എന്റെ വീട്ടിൽ വാ, വഹിയ കാഫിറ, അവർ കാഫിറത്തായിരുന്നു. അപ്പൊ അസ്മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അസ്മാ ബിവി റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നൊരു സമ്മതം ചോദിച്ചു, എനിക്ക് ഇമ്മാനെ കാണാൻ പോകാൻ പറ്റുമോ? അപ്പൊ റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, സുലി ഉമ്മക്കി, നിന്റെ ഉമ്മയോട് നീ ബന്ധം ചേർക്കണം. ഇതേത് ബന്ധം? ആത്മബന്ധമല്ല, കുടുംബബന്ധം. ഉമ്മാനെ പോയി കാണാം, ഉമ്മാന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ നോക്കാം, ഉമ്മാനെ തൗഹീദിലേക്ക് ക്ഷണിക്കാം. മനസ്സിലായില്ലേ? അത്രയും. സാധാരണ ഉമ്മാരെ നോക്കുന്ന മാതിരി ഒരു മുശ്രിക്കായ ഉമ്മാനെ നോക്കേണ്ടതുണ്ടോ? ഇല്ല. ഇഴുകി ചേർന്ന് എല്ലാ കാര്യവും നോക്കി അവരെ പിന്നാലെ പോയിണ്ടോ? അനന്തരാവകാശം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവില്ല മുശ്രിക്കാണെങ്കിൽ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പൊ അതുകൊണ്ട് എന്താണ്, വിഷയം കൃത്യമാണ്, എത്രത്തോളം പറ്റും എന്നുള്ള തെളിവാണ്. ബന്ധം തീരെ ചേർക്കാൻ പാടാൻ പറ്റേ അടച്ചിടേണ്ട കാര്യമില്ല, ഇളവുള്ള സംഗതിയുണ്ട്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദ്ദൂന മൻ ഹദല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഹും വ അബ്നാഹും തുടങ്ങുന്ന സൂറത്ത് മുജാദലയിലെ 22-ാമത്തെ ആയത്ത് നമ്മൾ മനസ്സിലാക്കണം. അതിലെന്താ പറഞ്ഞത്? വാപ്പയാണെങ്കിലും ശരി, മക്കളാണെങ്കിലും ശരി, അള്ളാനെയും റസൂലിനെയും ധിക്കരിക്കുന്ന, എതിർത്ത് നിൽക്കുന്ന ആളുകളോട് സ്നേഹം, മവദ്ദത്ത് പാടില്ല. അപ്പൊ മവദ്ദത്ത് ഇവിടെ അനുവദിച്ചിട്ടില്ല. മവദ്ദത്ത് വേറെ, നീതി പാലിക്കൽ ഇഖ്സാത്ത് വേറെ. മനസ്സിലായില്ലേ? നീതി പാലിക്കാനും തബറ പുണ്യം ചെയ്യാനും മാത്രം തീറ്റുള്ളൂ അനുവദിച്ചിട്ടുള്ളൂ. എന്താ അനുവദിച്ചിട്ടില്ല? മഹബത്ത് അനുവദിച്ചിട്ടില്ല. മഹബത്ത് പാടില്ല. തെളിവെന്താ? 58-ാമത് സൂറത്ത് മുജാദലയിലെ 22-ാമത്തെ ആയത്ത്. എന്താണ് ബന്ധം എന്ന് പറഞ്ഞാൽ? എന്താണ് നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ? അത് ദുനിയവിയായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രത്യുപകാരങ്ങളാണ്. നമ്മളൊരു സഹായം ചെയ്തു, നമ്മൾ അങ്ങോട്ടൊരു സഹായം, നമുക്കൊരു 10,000 രൂപ സഹായം എളുപ്പം തന്നു, ഒരു 20,000 രൂപ സഹായം എടുത്ത് ആവശ്യം വന്നപ്പോൾ നമ്മുടെ അടുത്തുള്ള നമ്മൾ അങ്ങോട്ടും കൊടുത്തു. അത് ഒരു അമുസ്ലിമായ വാപ്പാക്കോ ഉമ്മാക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പത്തിക സഹായം ചെയ്തു എന്നുള്ളതുകൊണ്ട്, ഇങ്ങോട്ട് സ്വീകരിച്ചു എന്നുള്ളതുകൊണ്ട് എന്തില്ല, കുഴപ്പമില്ല. പ്രത്യുപകാരങ്ങൾ, ഇങ്ങോട്ടൊരു ഗുണം ചെയ്തു, നമുക്ക് എന്തെങ്കിലും ഹയർ ചെയ്തു തന്നു, നമ്മുടെ വീട്ടിലേക്ക് ജോലി ചെയ്യുന്നതിന് സഹായിച്ചു, അതിൽ വഴിയൊരുക്കുന്നിടത്ത് വന്നു, അങ്ങനെ ചെയ്യുന്ന ആൾക്ക് തത്തുല്യമായിട്ട് നമുക്ക് തിരിച്ചങ്ങോട്ടും എന്ത് ചെയ്യാം. ഇങ്ങോട്ട് ഭൗതികമായി ചില വിഷയങ്ങളിൽ ദീനിൽ എന്തായാലും ഇടപെടുത്തുന്നില്ല, ഇടക്കത്തോടു കൂടി പെരുമാറുകയും സഹായിക്കുകയും ചെയ്യുന്ന ആളുകളോട് തിരിച്ച് അതിനനുസൃതമായി അങ്ങോട്ടും എന്ത് ചെയ്യാം. അതൊരു പ്രത്യുപകാരം എന്ന അർത്ഥത്തിൽ, മുക്കാഫ എന്ന അർത്ഥത്തിൽ, ഒരു കൂലി എന്ന അർത്ഥത്തിൽ മാത്രമുള്ള ബന്ധമല്ലാതെ ആത്മബന്ധം പാടില്ല. അത് പാടില്ല എന്നാണ് സൂറത്ത് മുജാദലയിൽ പറഞ്ഞത്. ഇല്ലാത്തവരോടും ഈ നിലപാട് പറ്റും. അയൽവാസികളൊക്കെ ആണ്, അവർ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യും, അതിനനുസരിച്ച് നമുക്ക് തിരിച്ചെന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാം. ഇപ്പോൾ നാട്ടിന്റെ പൊതുകാര്യമൊക്കെ ഉണ്ട്, റോഡ് നന്നാക്കുക, വൃത്തിയാക്കുക, അങ്ങനത്തെ ചില കാര്യങ്ങൾ, ഒരു രോഗി കഷ്ടപ്പെട്ട ഒരാളെ സഹായിക്കാൻ വേണ്ടി മൊത്തത്തിൽ എല്ലാവരും സംഘടിക്കുക, അത് മുസ്ലിങ്ങളാണെങ്കിൽ നമുക്ക് കൂടുതൽ സഹായിക്കാം, അത്രമാത്രം. അത് അതിൽ തീർന്നു. അതല്ല അവരുടെ ഉള്ളിലുള്ള ശിർക്കിനോട് നമുക്ക് ഒരിക്കലും യോജിപ്പില്ല എന്ന് അവർക്ക് മനസ്സിലാണ്. ഏതെങ്കിലും ഒരു സമയത്ത് ഇയാൾക്കൊന്നും പ്രശ്നമില്ല, അയാൾ മുസ്ലിം ആണെന്നല്ല, അയാൾക്കെല്ലാം, അയാൾ ഓണത്തിനുണ്ട്, പിന്നെ ക്രിസ്മസിനുണ്ട്, അയാൾ എല്ലാ ഏക്കത്തിന്റെ ആളാണ്, എവിടെ ചോദിച്ചാൽ ആചാര്യ പൈസ ആക്കൂല എന്ന് പറയുന്ന ഒരു നിലവാരം പറ്റൂല. അതിനകത്ത് ഇയാൾക്ക് ഇസ്ലാം ഇല്ല എന്ന് അവർക്കും ബോധ്യപ്പെട്ടു എന്നല്ല അർത്ഥം. അയാൾക്ക് അങ്ങനെ ഇസ്ലാം ഇല്ല എന്ന് അവർ പറയാം, അയാൾക്ക് അങ്ങനെ ഷാഡില്ല എന്ന്, ഇസ്ലാമിൽ ഷാഡില്ല എന്നായി പറയുന്നത്. ആ പേര് കിട്ടാൻ വേണ്ടി മാത്രം എന്ത് ചെയ്യും. മനസ്സിലായി? ഞാൻ പറഞ്ഞു, ചില സ്ഥലത്തു നിന്നുണ്ടാവും ഒരേ ബോർഡുമേൽ കാണാം, ക്ഷേത്രത്തിലേക്ക് ഒരു ക്ഷേത്രത്തിന്റെ പേര് പള്ളി, ജുമാ മസ്ജിദ്, മറ്റേ ക്ഷേത്രം, ഒറ്റ ബോർഡ്. ഇത് സൗഹാർദ്ദമാണ്. ആ ബോർഡിൽ നിന്ന് പള്ളിന്റെ പേര് മായ്ച്ചു കളയാൻ നിർബന്ധമാണ്. ഒരിക്കലും ക്ഷേത്രത്തിലേക്ക് വഴി കാണിക്കുന്ന വഴികാട്ടിന്റെ മുകളിൽ എന്ത് ചെയ്യാൻ പാടില്ല, പള്ളിന്റെ പേര് സർക്കാർ കൊണ്ട് എഴുതിച്ചാൽ സമ്മതിക്കാൻ പാടില്ല. അത് വേറെ തന്നെ വെക്കാൻ പറയണം. മനസ്സിലായില്ലേ? അത് വേണം നമ്മൾ വെച്ചോളാം. അത് അങ്ങനെയാണ്. കാരണം എന്താ, ഒരിക്കലും നമുക്കത് കൂട്ടി യോജിപ്പിക്കാൻ പറ്റില്ല. അപ്പോ പിന്നെ എന്താണ്, അപ്പൊ കാഫറുകളോട് ആത്മബന്ധമോ സ്നേഹമോ ഒരിക്കലും ഇവിടെ അനുവദിച്ചിട്ടില്ല എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഇനി കച്ചവട ബന്ധം പറ്റുമോ? കച്ചവട ബന്ധത്തിലും വളരെ സൂക്ഷിച്ച് കയ്യിൽ വിട്ടു നിൽക്കാൻ. അവരെ സാധനങ്ങൾ നമുക്ക് വാങ്ങാം, അവർക്ക് വിൽക്കാം. ചിലപ്പോൾ ചില കച്ചവടം, ചില വസ്തുക്കൾ അവരുടെ അടുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം. അതിന് വിരോധമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല സമയത്തും ചെയ്തിട്ടുണ്ട് അത്തരം പ്രവർത്തനങ്ങൾ. ചെയ്തതിന് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാള് പിന്നെ ചില വാള് വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടു. ഇത് സദഖ കൊടുക്കാനുള്ളതാണോ, ഹദിയ കൊടുക്കാനുള്ളതാണോ, വിൽക്കാനുള്ളതാണോ എന്ന് ചോദിച്ചു. അപ്പം അയാൾ പറഞ്ഞത് വിൽക്കാനുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വാങ്ങി എന്ന് സ്വഹീഹ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു അമുസ്ലിമാണ്. അപ്പോൾ ഒരു അമുസ്ലിമായ ഒരാള് വിറ്റ വാള് ഒരു യുദ്ധസമയത്താണ്, ഒരു യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുന്ന സമയത്താണ് വാളുമായി വരുന്ന ആളെ കണ്ടത്. പ്രവാചകൻ വിൽക്കാനുള്ളതാണോ എന്ന് ചോദിച്ചിട്ട് ഒരു അമുസ്ലിം എടുത്തുനിന്ന് വാള് വാങ്ങിയ മറ്റു വസ്തുക്കൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരോട് വാങ്ങാം എന്നുള്ളതിന് അത് തെളിവാണ്. അതേപോലെ തന്നെ അവരെ കൂലിക്ക് പണി ഏൽപ്പിക്കാൻ പറ്റും, കൃഷിപ്പണി, മറ്റു പണികളൊക്കെ ഏൽപ്പിക്കാൻ പറ്റും. റസൂലുള്ളാഹി ഉസ്തജിറ ഇബ്ന ഉറൈഖത്ത് അൽ-ലൈസി ലിയദുല്ലഹു അല തരീഖ് വഹുവ കാഫിർ വസ്തദാന മിൻ ബഅദിൽ യഹൂദ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ ഷെയ്ഖ് പറയാണെന്ത്, അദ്ദേഹം സാലിഫ് ഹസൻ പറയാണ്,
ഉറൈഖത്തുൽ ലൈസി എന്ന മകനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വഴി കാണിക്കാൻ വേണ്ടി കൂലി കൊടുത്ത് കൂട്ടിയിട്ടുണ്ട്. അയാൾ കാഫറായിരിക്കും. അയാൾക്ക് അറിയുന്ന ഒരു വഴിക്ക് ഞങ്ങൾ കൂടെ വരണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വഴികാട്ടിയായിട്ട് ഹിജ്റയുടെ സമയത്ത് മറ്റൊക്കെ വഴികാട്ടിയായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്, പണം കൊടുത്തിട്ട്. അപ്പം നമുക്ക് കൂലി കൊടുത്തിട്ട് വിശ്വസ്തരായ ആളുകൾ എന്ത് ചെയ്യാം? പണിക്ക് ഏൽപ്പിക്കാം. ബഹുവ കാഫർ, ആൾ കാഫറായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഷെയ്ഖ് പറയുന്നത് വസ്തദാന മിൻ ബഅദിൽ യഹൂദ്, ജൂതന്മാര് ചില ആളുകളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പണം കടം വാങ്ങിയിട്ടുണ്ട്. അപ്പൊ പടയെങ്കിൽ പണയം വെച്ചിട്ടൊക്കെ കടം വാങ്ങിയതൊക്കെ അവസാന കാലത്തുള്ള സംഭവം നമുക്ക് അറിയുന്നതാണല്ലോ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത സംഭവങ്ങൾ അദ്ദേഹം എടുത്തു കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യുന്നതിന് വിരോധമില്ല. അതിനർത്ഥം അവരെ പ്രത്യേകം പരിഗണിച്ചൊന്നും അവരുടെ ആത്മബന്ധം പുലർത്തിയൊന്നും കച്ചവടത്തിൽ വരുന്നില്ല. കച്ചവടം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വൈകാരികതകളൊന്നും ഇല്ലാത്തൊരു ബന്ധമാണ്, ഒരു വ്യവഹാരം മാത്രമാണത്. അതുകൊണ്ട് ആ കച്ചവടം സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് ചരക്കിറക്കി തരുന്ന ആളാണ്. അതുകൊണ്ട് അയാൾ ക്രിസ്മസിന് ഞാൻ പോകണം, അയാൾ മോന്റെ ബർത്ത്ഡേക്ക് ഞാൻ പോകണം എന്നിടത്തേക്ക് എത്തിയാലോ അയാൾ പാർട്ടിക്ക് ഞാൻ കള്ളൊന്നും കുടിക്കില്ല, പക്ഷെ പാർട്ടി വിളിക്കും, ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ഓർഡർ തരുന്ന ആളാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഷോപ്പിൽ നിന്ന് എടുക്കുന്ന ആളാണ് എന്നതുകൊണ്ട് അയാളെ കള്ള് വളമ്പുന്ന സാഹചര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, പോകാൻ പറ്റൂല. അവിടേക്ക് ആ ബന്ധം എത്തരുത്. അവിടെ കൊടുക്കൽ വാങ്ങൽ മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഉണ്ടാകാൻ പാടുള്ളൂ. അതിന്റെ അടുത്തേക്ക് ഭയങ്കര ബന്ധം, ഒരുമിച്ച് ടൂർ പോലും ഒരുമിച്ച് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായല്ലേ, അതൊന്നും എന്ത് ചെയ്യില്ല, പറ്റൂല. ആണ് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഈ നേരത്തെ പറഞ്ഞ സംഭവം വന്നത് തന്നെ എവിടെ അറിയാമോ? ഒരിക്കൽ ബാബു ഷിറാഇ വൽ ബൈഇ വൽ മഅൽ മുശ്രിക്കീന വഅഹ്ലിൽ ഹർബി എന്നൊരു ബാബ് ഉണ്ട് സഹീഹ് ബുഖാരിയിൽ. കൊടുക്കൽ വാങ്ങൽ, മുശ്രിക്കിനോടും യുദ്ധം ചെയ്യേണ്ടവരോടും അഹ്ലുൽ ഹർബിനോടും മുശ്രിക്കിനോടും വിറ്റ് വാങ്ങുന്ന അധ്യായം എന്നൊരു അധ്യായം സഹീഹ് ബുഖാരിയിലുണ്ട്. അതിൽ കാണാൻ സാധിക്കും അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ റളിയല്ലാഹു അൻഹു ഖാൽ കുന്നാ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ثم جاء رجل مشرك مشعان طويل بغنم يسوقها. അതാണ് വാളിന്റെ സംഭവമല്ല, ആടിന്റെ സംഭവമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരാൾ കടന്നു വന്നു. ഒരു മുശ്രിക്കായ ഒരു മനുഷ്യൻ, നല്ല നീളമുള്ള ഒരു മനുഷ്യൻ, ഒരു ആടിനെയും തെളിച്ചു വന്നു. അപ്പോഴാണ് റസൂൽ ചോദിച്ചത് ബൈഅൻ അം അത്തിയ്യ, ഇതാർക്കെങ്കിലും സദഖ കൊടുക്കാൻ കൊണ്ടുപോകാണോ വിൽക്കാനുള്ളതാണോ? വേറെ റിപ്പോർട്ടിൽ ഹിബ, സമ്മാനം കൊടുക്കാനുള്ളതാണോ? അപ്പം അല്ല, ബൽ ബൈ, ഇത് വിൽക്കാനുള്ള ആടാണ്. ഫഷ്തറ മിൻഹു ശാത്തൻ, അയാളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ആടിനെ വില കൊടുത്തു വാങ്ങിയെന്ന് സ്വഹീഹ് ബുഖാരിയിൽ ഹദീസ് വന്നിട്ടുണ്ട്. അപ്പൊ കച്ചവടം പറ്റും. അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, കാന ഗുലാമുൻ യഹൂദിയുൻ യഖ്ദുമുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫമരിദ്, പ്രവാചകന് ഖിദ്മത്തെടുത്ത ഒരു ജൂത കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഖിദ്മത്തെടുക്കാൻ ജൂത കുട്ടിയെ ഏൽപ്പിക്കാൻ മനസ്സിലായി. വീട്ടിൽ പണിയെടുക്കാനൊക്കെ വേണ്ടി എന്ത് ചെയ്യാം, പണി അറിയാവുന്ന ഒരു കുട്ടിയെ. അപ്പം വരുന്നത് രോഗിയായപ്പോൾ ഫാത്താഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഊദുഹു, സന്ദർശിക്കാൻ വേണ്ടി പോയി. ഫഖാല ഇന്ദ റസി, തലയുടെ ഭാഗത്ത് നിന്ന് അസ്ലിം, ഫഖാല ലഹു അസ്ലിം, മുസ്ലിം ആകണം. സംഭവം എല്ലാവർക്കും അറിയാം. ഫനദറ ഇലാ അബീഹി വഹുവ ഇൻദഹു, അടുത്തുള്ള വാപ്പാന്റെ നോക്കി. ഫഖാല ലഹു അത്തി അബുൽ ഖാസിം, അബുൽ ഖാസിം നീ അനുസരിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാസലമ, ആ കുട്ടി മുസ്ലിമായി. ഫഖറജ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യഖൂൽ അൽഹംദുലില്ലാഹി അല്ലദീ അൻഖദഹു മിനന്നാർ, നരകത്തിൽ നിന്ന് രക്ഷിച്ച അല്ലാഹുവിന് സ്തുതി, അവനെ നരകത്തിൽ നിന്ന് രക്ഷിച്ച അല്ലാഹുവിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു വന്ന സംഭവം ബുഖാരി കാണാം. അപ്പൊ അവിടെ ഒരു ജൂത കുട്ടിയെ ഖിദ്മത്തിൽ നിർത്തിയിരുന്നു നമുക്ക് കിട്ടി. അപ്പൊ അങ്ങനെ ബന്ധം ആകാം. 100% കൊണ്ട് വാട്ടർ ടൈറ്റ് ആക്കി വെക്കാൻ പറഞ്ഞിട്ടില്ല എന്നർത്ഥം. പക്ഷെ ഇതൊന്നും നശിപ്പിക്കാൻ ഒരുങ്ങുകയും മുസ്ലിമിനെ തകർക്കാൻ വേണ്ടി ഗൂഢമായി ചിന്തിക്കുന്ന ആൾക്കാർ ഇതിനും പറ്റൂല. ഇസ്ലാമിനെ തകർക്കാനായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും പാർട്ടിയിൽ അംഗമായ ഒരാളെന്ന് മനസ്സിലായാലും തീരുത്, അയാളെ പിന്നെ പണിക്കുമ്പോൾ അയാൾക്ക് ചതി ഉണ്ടാവും. അത് പാടില്ല, അത് സൂക്ഷിക്കണം. അവരെ രഹസ്യക്കാരായിട്ട് വെക്കാനും പാടില്ല. എല്ലായിടത്തും ഇറങ്ങിക്കയറാവുന്ന വേലക്കാരായിട്ട് ആരെ വെക്കാൻ പാടില്ല. ഈ കാഫറുകളായ ആളുകളെ വെക്കാനും പാടില്ല. പിന്നെ അബൂ താലിബ് കുഫറിന്റെ ആളാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിന്റെ സംരക്ഷണം ചെയ്തിട്ടുണ്ട്. വല്ലാഹു യാസിമുക മിനന്നാസ് ആയത്തിറങ്ങുന്നവരെ അബൂ താലിബ് സംരക്ഷണം സ്വീകരിച്ചിട്ടുണ്ട്. ആ ആയത്തിറങ്ങിയോണ്ട് സംരക്ഷണം വേണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ നടന്നു പോകുന്ന വഴിക്ക് അബൂ താലിബ് മല്ലന്മാരായ ആളുകളെ കൂടെ പറഞ്ഞേക്കാം. അബൂ താലിബിന്റെ പണിക്കാരുണ്ടല്ലോ. കാരണം റസൂലിനെ ആരും ഉപദ്രവിക്കും, ശത്രുക്കൾ ഉപദ്രവിക്കാൻ വരുന്നവരെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? രണ്ട് സെക്യൂരിറ്റിനെ പറഞ്ഞേക്കലുണ്ടായിരുന്നു. ആര്? ചില സ്ഥലത്ത് പോകും. ആ സ്ഥലം ശരിയല്ല മനസ്സിലാവല്ലോ. ആ സ്ഥലത്തേക്കും അബൂ താലിബ് തന്റെ കൂലിക്കാരെ വിളിച്ചിട്ട് പറയും, മുഹമ്മദ് വേണ്ടാന്ന് പറയും, നിങ്ങൾ പോയിക്കോളി വേക്കലും. എന്നിട്ട് മുഹമ്മദിന് ആരെങ്കിലും അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദ്രോഹിക്കാൻ വന്ന ആൾക്കാരെ അബൂ താലിബിന്റെ പണിക്കാരൻ ചെയ്തിട്ടുണ്ട്, അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വല്ലാഹു യാസിമുക മിനന്നാസ്, ജനങ്ങളുടെ ദ്രോഹത്തിൽ നിന്ന് രക്ഷിക്കുന്ന ആയത്തിറങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി എനിക്ക് വേണ്ടാന്ന്. ഇനി എനിക്ക് എന്ത് വേണ്ട? അപ്പോഴാണ് ആ സംരക്ഷണം പിൻവലിച്ചത്. പക്ഷെ ആ സംരക്ഷണം പിൻവലിച്ചത് അള്ളാഹ് സംരക്ഷണം കൊടുത്തോണ്ടാണ്, അല്ലാതെ ഇനി മുതൽ മുശ്രിക്കിന്റെ സംരക്ഷണം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല. അപ്പൊ സെക്യൂരിറ്റിക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രം ആളുകളെ ഉപയോഗിക്കാൻ പറ്റും. ആ അബൂ താലിബിന് മരിക്കാൻ നേരത്തോ
പ്രവാചകൻ സന്ദർശിച്ച് ഇസ്ലാമിലേക്ക് വരാൻ പറഞ്ഞു. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അവരോടുള്ള ബന്ധം എങ്ങനെ ആയിരിക്കണം? ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ബന്ധം. ദീനിന്റെ കാര്യത്തിൽ നിങ്ങളെന്തോ ആയിക്കോളി എന്നുള്ള ആ ഒരു ആജ്ഞ എനിക്ക് ഒരു പ്രശ്നമില്ലാണല്ലോ. എനിക്ക് പ്രശ്നമുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെയാണ് ജോലി ചെയ്യുന്നത്, എൻ്റെ ശമ്പളം വാങ്ങുന്ന ആളാണെങ്കിലും നിങ്ങൾ കാഫറായി ജീവിക്കുന്നതിൽ എനിക്ക് അങ്ങേയറ്റത്തെ അസ്വസ്ഥതയും പ്രശ്നവും ഉണ്ടെന്ന് അയാൾക്ക് ബോധ്യപ്പെടണം. അതുകൊണ്ടാണ് അബൂ താലിബിൻ മരിക്കുന്നവരെന്ത് ചെയ്തു? ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു എന്ന് കാണാൻ സാധിക്കും. ഇതൊന്നും എന്തല്ല കാഫിര്യങ്ങളുടെ ഉത്സവത്തിന് പങ്കെടുക്കാനോ അതേപോലെ തന്നെ അവരോട് സലാം പറയാനോ അല്ലെങ്കിൽ അവർക്ക് ആശംസകൾ നേരാനോ അവരെ ഉത്സവത്തിന് വിളിച്ചിട്ട് ഒരു ആശംസാ പ്രസംഗം നടത്താനോ ഒക്കെ യോഗ്യതയായിട്ട് കണക്കാക്കുന്ന ആൾക്കാരുണ്ട്. കാഫിര്യങ്ങളുടെ ഉത്സവത്തിനും കാഫിര്യങ്ങളുടെ ആരാധനാ സ്ഥലങ്ങളിലൊക്കെ സംസാരിക്കാനൊക്കെ അവസരം കിട്ടിയാൽ അത് നമുക്ക് കിട്ടുന്ന വലിയ ക്രെഡിറ്റ് ആയിട്ട് നടക്കുന്ന ആളുകളുണ്ട്. വെറുതെ വിചാരിക്കാൻ. മനസ്സിലായില്ലേ? അതൊന്നും എന്തല്ല. പ്രത്യേകിച്ച് ഷെയ്ഖ് ഇങ്ങനെ തന്നെ പറഞ്ഞു, അമ്മാ തഹനിയത്തും ബിശാഇറിൽ കുഫ്റിൽ മുഖ്തസദ് ബിഹി ഫഹറാമൻ ബിൽ ഇത്തിഫാഖ്. ഷെയ്ഖ് പറയാണ്, കുഫറുകളുടെ അടയാളങ്ങളായിട്ടുള്ള കാര്യങ്ങളോട് അതിനെ പ്രശംസിക്കുന്നത് ഇത്തിഫാഖുള്ള വിഷയമാണ്, അത് ഹറാമാണ്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ വാ മിസ്ലാൻ യുഹന്നിയഹും ബി അയാദിഹിം, അവരുടെ ഉത്സവങ്ങൾക്ക് ആശംസ നേരുന്നതും പാടില്ല. ഏത് ഈദുക്കും മുബാറക്കും അവരുടെ ഇട്ട് ഓണാശംസകൾ, ക്രിസ്മസ് ആശംസകൾ, വിഷു ആശംസകൾ, ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ എന്നൊക്കെ പറയലുണ്ടല്ലോ. അത് പറയാൻ പറ്റൂല. ആ ആശംസിച്ച് കാർഡടിക്കാനും അത് നമ്മൾ ഷോപ്പിനുള്ളിലൊക്കെ എഴുതിയേക്കാം. മുസ്ലിമിന്റെ ഷോപ്പിനുള്ളിൽ ഓണാശംസകൾ എഴുതിയേക്കാം. എന്നിട്ട് ഏതൊരു രാജാവിന്റെ ഒരു രാക്ഷസന്റെ ചിത്രം വരച്ചു വെക്കാം. അതൊന്നും ചെയ്യില്ല, അതൊന്നും പാടില്ല. മനസ്സിലായില്ലേ? അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്നെ വാപ്പാനോട് പറഞ്ഞ് സലാമുൻ അലൈക്കുന്ന, മുസ്ലിം അസ്സലാം അലൈക്കുന്നവരുള്ളൂ. ആ പവിത്രമായ സലാം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? രണ്ടും വ്യത്യാസമുണ്ട്. ഒന്ന് നമ്മൾ സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്യാണ്, ഒന്ന് ഹിദായത്തിന് വേണ്ടിയുള്ള ദുആ. രണ്ടും വ്യത്യാസമുണ്ട്. അപ്പൊ ആ നിലക്കെന്താണ് നമ്മൾ സ്വഹീഹ് മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, എന്താ പറയുന്നത്? ലാ തബ്ദഉൽ യഹൂദ വലൻ നസ്വാറ ബിസ്സലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജൂത നസാറാക്കളോട് നിങ്ങൾ സലാം കൊണ്ട് തുടങ്ങരുത്. അവരെ കണ്ടാൽ അങ്ങോട്ട് സലാം പറയരുത്. ഫൈദാ ലഖീതും അഹദഹും ഫി തരീഖ് ഫൽതറുഹു ഇലാ ലിയഖിഹി. വഴിയിൽ കണ്ടാൽ അവർക്ക് ഒഴിഞ്ഞു കൊടുക്കും വേണ്ട, നിങ്ങൾ ഫസ്റ്റ്. മനസ്സിലായില്ലേ? അവരെ ഇടുങ്ങിയ വഴിയിലേക്ക് മാറിക്കൊടുക്കുക. ജൂതനും ക്രിസ്ത്യാനിക്കും എന്ത് ചെയ്യരുത്? ഇത് അസഹിഷ്ണുതയല്ല, സങ്കുചിതത്വമല്ല, അവന്റെ വിശ്വാസത്തോടും സംസ്കാരത്തോടും നമുക്ക് എത്ര എതിർപ്പുണ്ട് എന്നുള്ള അവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. മനസ്സിലായില്ലേ? ഇതിൽ കാണുന്ന 4-ാം വോള്യം 1707 1707 നമ്പർ ഹദീസ്. ഒന്നുകൂടി പറഞ്ഞുതരാം. ലാ തബ്ദഉൽ യഹൂദ വലൻ നസ്വാറ ബിസ്സലാം. ജൂത ക്രൈസ്തവരോട് നിങ്ങൾ സലാം കൊണ്ട് തുടങ്ങരുത്. ഫൈദാ ലഖീതും അഹദഹും ഫി തരീഖിൻ. ഒരു വഴിയിൽ നിങ്ങൾ അവരെ കണ്ടാൽ ഫൽതറൂഹു ഇലാ ലിയഖിഹി. ആ വഴിയുടെ കുടുസായ ഭാഗത്തേക്ക് അവരെ നിങ്ങൾ തള്ളി മാറ്റുക. ഇനി പറയണം, കാരണം യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമിന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത്. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നീതിപൂർവ്വം നിലകൊള്ളുന്നവരായിരിക്കണം വിശ്വാസികളെ. വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു. ഒരു ജനതയോടുള്ള അമർഷം അവരോട് അനീതി കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. യഅദിലു, നീതി കാണിക്കണം. ഹു അഖറബു ലിത്തഖ്വ, അത് തഖ്വയോട് യോജിച്ചതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നീതി കാണിക്കൽ മാത്രമേ ഉള്ളൂ, ആത്മബന്ധം പുലർത്തലില്ല. എന്നോട് എനിക്ക് ബന്ധമില്ല എന്ന് തന്നെ നമ്മൾ തെളിയിക്കുന്നത്. നമ്മൾ നീതി കാണിക്കുമ്പോൾ ബന്ധമുണ്ടെന്ന് ആർക്ക് തോന്നരുത്. എനിക്ക് എൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ മലപ്പുറത്ത് ജോലി ചെയ്ത കാലത്ത് എൻ്റെ കൂടെ താമസിച്ചിരുന്ന ഒരു മുസ്ലിമാണെന്ന് നാളെ ഒരു സാഹിത്യകാരനോ ഒരു കലക്ടറോ വേറൊരു നാട്ടിൽ പോയിട്ട് പ്രസംഗിക്കുമ്പോൾ യാത്രയപ്പിന് പ്രസംഗിക്കാൻ ഇടവരരുത്. മനസ്സിലായില്ലേ? നമുക്ക് അയാളുടെ ശിർക്കൻ ആദർശത്തോട് വെറുപ്പും അമർഷവും ഉണ്ടായിരുന്നു തോന്നാൻ പാടുള്ളൂ. നമ്മളാണ് അയൽവാസിയെങ്കിൽ അയാൾക്ക് അങ്ങനെ തോന്നാൻ പാടില്ല എന്നറിയാം. അങ്ങനെ തോന്നിയാൽ നമ്മൾ ദഅവത്ത് നടത്തുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതൊക്കെ ദുർവ്യാഖ്യാനിക്കാൻ ആളുണ്ടാവും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദുർവ്യാഖ്യാനിക്കുന്നത് ദുർവ്യാഖ്യാനിച്ചവരെ തീവ്രവാദിയാക്കാൻ ആളുണ്ടാവും. ഇവരാണ് നാട്ടിൽ നിന്ന് കെട്ടുകെട്ടേണ്ടത്, ഇവരെ MLA അയക്കാൻ തന്നെ നല്ലതെന്നൊക്കെ പറയാൻ പുറത്താളുണ്ട്. അവരെ പറഞ്ഞോട്ടെ. പക്ഷെ ഹക്ക് നമ്മൾ പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പകർത്തും ചെയ്താൽ നമ്മുടെ ദീന് പരമാവധി പവിത്രമായി നിൽക്കും. ആ ഒരു ബോധം വേണം. ഇൻ തക്ഫുറു ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും വലാ യർളാ ലിഇബാദിഹിൽ കുഫർ വഇൻ തസ്കുറു യർളഹു ലക്കും വലാ തസ്റു വാസിറത്തുൻ വിസ്റ ഉഖറ സുമ്മ ഇലാ റബ്ബിക്കും മർജിഉക്കും ഫയുനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂന ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ. ഇങ്ങനെ വലാവും പറവൊക്കെ പറയുന്നു നിർത്തിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഹദീസ് മാത്രം പറയാം, അല്ലാത്തൊക്കെ തൽക്കാലം മറിച്ചൊക്കെ ഇത് ഇന്ത്യ രാജ്യമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ സൂറത്തുൽ മാഇദയിലെ ഈ ആയത്ത് അവരൊന്ന് വായിക്കണം. അല്ല, സൂറത്ത് സുമറിലെ 7-ാമത്തെ ആയത്ത്, മാഇദല്ല, സൂറത്ത് സുമറിലെ 7-ാമത്തെ ആയത്ത്. എന്താ പറയുന്നത്? ഇൻ തക്ഫുറു, നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ,
ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും, അല്ലാഹു നിങ്ങളുടെ ആശ്രയത്തിൽ നിന്ന് മുക്തനാണ്. വലാ യർലാ ലി ഇബാദിഹിൽ കുഫറ, തന്റെ ദാസന്മാർ നന്ദി കേട് കാണിക്കുന്നത് അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടില്ല. നമ്മൾ കുഫറിനോട് ബന്ധം പുലർത്താന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് നന്ദി കേടാണ്. അള്ളാഹിനോട് നന്ദി കേട് കാണിക്കുന്നത് അള്ളാഹ് ഒരിക്കലും അത് അള്ളാഹ് അങ്ങ് ഇഷ്ടപ്പെട്ടോളും. ഞങ്ങൾ ഇന്ത്യ രാജ്യത്തല്ലേ, അതുകൊണ്ട് അള്ളാഹ് അതങ്ങ് മാപ്പാക്കിക്കോളും എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും പലരും എന്ത് ചെയ്യുന്നത്, പല കാര്യം ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ക്ഷേത്രത്തിലേക്കും ജാറത്തിലേക്കും ഒക്കെ റെസിറ്റ് മുറിച്ചു കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹ് പുറത്തുതരും. അള്ളാഹ് പുറത്തുതരില്ല. സൂറത്ത് സുമറിൽ 7-ാമത്തെ ആയത്ത് അവർക്ക് കാണിച്ചു കൊടുക്കണം. വലാ യർലാ ലി ഇബാദിഹിൽ കുഫറ, കുഫർ അള്ളാഹ് ഒരിക്കലും തൃപ്തിപ്പെടുന്ന പ്രശ്നമില്ല. വൈൻ തഷ്കുറു യർലഹു ലക്കും, മനസ്സിലായില്ലേ? നിങ്ങൾ നന്ദി കാണിക്കുന്ന പക്ഷം നിങ്ങളോട് അവൻ അതുവഴി അവൻ തൃപ്തിപ്പെടുത്തും. വലാ തസിറു വാസിറത്തും വിസറ ഉഖറ, പാപഭാരം വഹിക്കുന്ന യാതൊരാളും മറ്റൊരാളുടെ ഭാരം വഹിക്കുകയില്ല. സുമ്മ ഇലാ റബ്ബിക്കും മർജിഉക്കും, പിന്നീട് നിങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങും. ഫയുനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ അമൽ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയിച്ചു തരും. ഇന്നഹു അലീം ബിദാത്തി സുദൂർ, ഹൃദയങ്ങളിൽ ഉള്ളതിനെ പറ്റി നന്നായി അറിയുന്നവനാണ് അള്ളാഹ്. ഇനി മറ്റൊരായത്ത് സൂറത്തുൽ അൻഫാൽ 72-73. ഇന്നല്ലദീന ആമനൂ വഹാജറൂ വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്, സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും അതേപോലെ തന്നെ പലായനം ചെയ്യുകയും പിന്നെ സത്യവിശ്വാസം സ്വീകരിക്കുകയും പലായനം ചെയ്യുകയും സ്വത്തുകൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുകയും ചെയ്യുന്നവർ, വല്ലദീന ആവൗ വനസറു, സഹായിക്കുകയും അവലംബിക്കുകയും ചെയ്യുന്നവർ, ഉലായിക ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്, അവർ പരസ്പര മിത്രങ്ങളാണ്. വല്ലദീന ആമനു വലം യുഹാജിറു മാലക്കും മിൻ വിലായത്തിഹിം മിൻ ഷൈ, സത്യവിശ്വാസം സ്വീകരിക്കുകയും ഹിജറ പോകാതിരിക്കുകയും ചെയ്യുന്നവർ, അവരുടെ ബന്ധത്തിൽ നിങ്ങൾക്ക് യാതൊന്നുമില്ല ഹത്താ യുഹാജിറു, അവർ ഹിജറ പോകുന്നതുവരെ. വൈനിസ്തൻസറൂക്കും ഫിദ്ദീൻ, നിങ്ങളോട് ദീനിന്റെ കാര്യത്തിൽ സഹായം തേടിയാൽ ഫഅലൈക്കുമുൻ നസർ, നിങ്ങൾ അവരെ സഹായിക്കൽ നിങ്ങളുടെ ചുമതലയാണ്. ഇല്ലാ അലാ ഖൗമിൻ ബൈനക്കും വബൈനഹും മീസാഖ്, നിങ്ങൾക്കും അവർക്കുമിടയിൽ കരാറുള്ള ആളുകൾക്കൊഴികെ. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് നന്നായി അറിയും. വല്ലദീന കഫറൂ ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്, കാഫിറുകൾ പരസ്പര മിത്രങ്ങളാണ്. ഇല്ലാ തഫ്അലൂഹു തകുൻ ഫിത്നത്തുൻ ഫിൽ അർളി വഫസാദുൻ കബീർ, അല്ലാത്ത പക്ഷം നിങ്ങൾ മുഅ്മിനുകൾ പോയി കാഫിറുകളോട് മിത്രങ്ങളായാൽ ഈ ഭൂമിയിൽ ഫിത്നയും വലിയ കുഴപ്പവും പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും. അപ്പൊ കാഫിറുടെ ആത്മബന്ധം പുലർത്താൻ പാടില്ല. പിന്നെ കരാറുള്ള രാജ്യങ്ങളിൽ ചില ഇളവുണ്ട്, അവരെ പോയി യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. അത് യുദ്ധത്തിൽ മാത്രമേ ഇളവുള്ളൂ, പരസ്പരം കരാറുള്ള രാജ്യങ്ങൾ. മനസ്സിലായില്ലേ? ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ അതേ തഫ്സീർ പറഞ്ഞു, വമാഅനാ ഖൗലിഹി ഐ ഇല്ലം തുജാനിബുൽ മുശ്രിക്കീന വതുവാലുൽ മുഅ്മിനീന വഇല്ലാ വഖഅതു ഫിത്നതു ഫിന്നാസ്, മുശ്രിക്കുകളിൽ നിങ്ങൾ വിട്ടുനിൽക്കണം, മുഅ്മിനുകളോട് നിങ്ങൾ ബന്ധം ചേർക്കണം, അല്ലാത്ത പക്ഷം ജനങ്ങൾക്കിടയിൽ ഫിത്നയുണ്ടാകും. വഹുവ ഇൽതിബാസുൽ അംരി വഖ്തിലാത്തുൽ മുഅ്മിനീൻ, കാര്യങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാകും. ഇഖ്തിലാത്തുൽ മുഅ്മിനീന ബിൽ കാഫിരിന ഫയഖഉ ഫിന്നാസി ഫസാദുൻ മുൻതശിറുൻ അരീദുൻ തവീൽ, നേരെ മറിച്ച് നിങ്ങൾ കാഫിറുകളുമായി ബന്ധം പുലർത്തി ഇടപഴകി ഇടകലർന്ന് ജീവിക്കാൻ തുടങ്ങിയാൽ വ്യാപകമായ നാശവും ഫസാദുൻ മുൻതശിറുൻ അരീദുൻ തവീലുൻ, നീളവും വീതിയൊക്കെ ഉള്ള കുഴപ്പമുണ്ടാവുന്ന പറഞ്ഞു. ആര്? ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം ഈ വിഷയം എടുത്തു പറഞ്ഞിട്ടുണ്ട്. വല്ലാഹുൽ മുസ്തആൻ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്നും പറഞ്ഞു. ബുഖാരി കാണാം, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അൽ മർഉ മഅ മൻ അഹബ്ബ, ഒരു മനുഷ്യൻ അവൻ സ്നേഹിക്കുന്നവരുടെ കൂടെയാണ്. അപ്പൊ നമ്മൾ കാഫിറുകളെ സ്നേഹിച്ച കഥ മാറി. മനസ്സിലായില്ലേ? കാഫിർ അവൻ സ്നേഹിക്കുന്നവരുടെ കൂടെയാണ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ അഹബ്ബ ഫില്ലാ വഅബ്ഗള ഫില്ലാ വഅഅത ലില്ലാ വമനഅ ലില്ലാ ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. അള്ളാഹുവിന്റെ പേരിൽ സ്നേഹിക്കണം, അള്ളാഹുവിന്റെ പേരിൽ വെറുക്കണം. ഈ വെറുക്കൽ എങ്ങനെ? കുഫറിനെ വെറുക്കാനും കാഫറിനെ വെറുക്കാനാണ് പറയുന്നത്. എന്നിട്ടോ അള്ളാഹുവിന് വേണ്ടി നൽകണം, അള്ളാഹുവിന് വേണ്ടി നൽകാതിരിക്കണം. നമ്മളെടുത്ത് കൊടുക്കാതിരുന്നാലും അള്ളാഹിന്റെ കൂലി കിട്ടാൻ വേണ്ടി. ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അവന്റെ ഈമാൻ പൂർണ്ണമായി. ഇനി സ്വഹീഹ് മുസ്ലിം ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപത്നി സൗജി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹാ ഖാലത്ത് ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബല ബദരിൻ, ഒരിക്കൽ ബദറിന്റെ അരികിലേക്ക് പ്രവാചകൻ പുറപ്പെട്ടു. ഫലമ്മാ കാന ബിഹറത്തിൽ വബറ അദറകഹു റജുലുൻ ഖദ് കാന യുദ്കറു മിൻഹു ജുർഅത്തുൻ വനജദ, അങ്ങനെ ഹറത്തുൽ വബറയിൽ എത്തിയപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ കണ്ടു. അയാൾ നല്ല ധീരനാണ്, നല്ല എന്താ പറയാ, ആവേശമുള്ള ആളാണ്, നല്ല കരുത്തുള്ള, നല്ല ആയോധന പാഠമൊക്കെ ഉള്ള, നല്ല യുദ്ധം അറിയുന്ന ഒരാളാണ്. അപ്പൊ പരിഹ അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന റഅഹു, അദ്ദേഹത്തെ കണ്ടപ്പോൾ സ്വഹാബികൾക്ക് സന്തോഷമായി. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ നല്ല തടിമുടുക്കൊക്കെ ഉള്ള ഒരാൾ നമ്മളെ കൂടെ വരാൻ തയ്യാറായി വന്നാൽ അയാൾ കൂടെ ഉണ്ടല്ലോ, യുദ്ധത്തിനല്ലേ പോണത്, സന്തോഷം ഉണ്ടാവില്ലേ? സ്വഹാബികൾ സന്തോഷിച്ചു.
അങ്ങനെ ഫലമ്മ അദറകഹു ഖാല ലറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിഅ്തു ലി അത്തബിഅക. പ്രവാചകനെ കണ്ടപ്പോൾ, പ്രവാചകനെ വ്യക്തിപരമായിട്ട് ഇഷ്ടമാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ ദീൻ ഇഷ്ടമല്ല, അവിടെ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ പിന്നാലെ വരാൻ വേണ്ടി, ഈ യുദ്ധത്തിൽ നിങ്ങളെ കൂടെ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. വഉസീബ മഅക്, നിങ്ങളുടെ കൂടെ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്, കൂടെ കൂടാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ധരിക്കുന്നു. അങ്ങനെ ഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തോട് ചോദിച്ചു, തുഅ്മിനു ബില്ലാഹി വറസൂലി, നീ അല്ലാഹുവിലും അല്ലാഹുവിന്റെ റസൂലും വിശ്വസിക്കുന്നയാളാണോ? ഖാല, അയാൾ പറഞ്ഞു ലാ, അല്ല. ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫർജി, തിരിച്ചുപോ. ഫലൻ അസ്തഈന ബിമുശ്രിക്കിൻ, ഞാനൊരു മുശ്രിക്കിനോട് ഒരിക്കലും സഹായം തേടാറില്ല. ഫലൻ അസ്തഈന ബിമുശ്രിക്കിൻ, ഒരു മുശ്രിക്കിനോട് ഞാൻ ഒരിക്കലും സഹായം തേടാറില്ല. ഇത് ദുനിയവിയായ സഹായം തേടുന്നില്ല, അയാൾ ആര് പിൻബലവും എന്താണ് തേടുന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ അയാളെ ഒരു പട്ടാളക്കാരനായിട്ട് എടുക്കാൻ ആര് തയ്യാറല്ല? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറല്ല. സുമ്മ മളാ ഹത്താ ഇദാ കുന്നാ ബിശജറത്തി അദറകഹു റജുൽ ഫഖാല ലഹു കമാ ഖാല അവ്വല മറ. കുറച്ച് മുമ്പ് വേറൊരാൾ വരുന്നുണ്ട്, അയാളോടും ഇതേ ചോദ്യം ചോദിച്ചു. ഫഖാല ലഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമാ ഖാല അവ്വല മറ, ആദ്യം ചോദിച്ച പോലെ ചോദിച്ചു, ആദ്യം കിട്ടിയ പോലെ ഉത്തരം കിട്ടി. റസൂൽ പറഞ്ഞു, ഫർജി, നീ പൊയ്ക്കോ. ഫലനസ്തഈന ബിമുശ്രിക്, ഞാൻ മുശ്രിക്കിനോട് സഹായം തേടാറില്ല. മൂന്നാമതൊരാളെ ബൈദാ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് കണ്ടു. അപ്പൊ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരത്തിൽ ചോദിച്ചു കണ്ടപ്പോൾ ആളും പറഞ്ഞത് ഞാൻ മുസ്ലിം ആയിട്ടില്ല എന്നാ, അയാളോട് പോയിക്കോളാൻ പറഞ്ഞു. ബൈദാ എന്ന് പറഞ്ഞ സ്ഥലത്തിൽ ആളെ കണ്ടപ്പോഴും അയാളും ചോദിച്ചു, ഞാൻ വരട്ടെ പ്രവാചകരെ കൂടെ യുദ്ധത്തിന് വരട്ടെ? തുഅ്മിനു ബില്ലാഹി വറസൂലി, അല്ലാഹുവും റസൂലും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഖാല, അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ അതെ. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫൻതലക്, എന്നാ വന്നോളൂ എന്ന് പറഞ്ഞു. വിശ്വാസി അയാളെ കൂടെ കൂട്ടി. മുശ്രിക്കായ രണ്ടാൾ വന്നപ്പോൾ എന്ത് ചെയ്തു? തിരിച്ചയച്ചു. സ്വഹീഹ് മുസ്ലിം, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ്. മനസ്സിലായല്ലേ? ഒരു കാര്യം മനസ്സിലാക്കുക, വലൻ തർലാൻകൽ യഹൂദ് വലൻ നസാറ ഹത്താ തത്തബിയ മില്ലത്തഹും, ജൂത ക്രൈസ്തവർ അവരുടെ മില്ലത്ത് സ്വീകരിക്കാതെ അവരൊരിക്കലും തൃപ്തിപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് അവര് ഇഷ്ടപ്പെടും വേണമെന്ന് വിചാരിച്ചിട്ട് അവരുടെ കൂടെ അങ്ങനെ വല്ലാതെ ആത്മബന്ധം പുലർത്തി നിൽക്കണ്ട. ഇനി നമ്മൾ പഠിക്കേണ്ടത്, ഞാൻ എന്റെ വിഷയത്തിന്റെ അവസാനത്തിലേക്ക് വരാണ്. ലാ യത്തഖിദിൽ മുഅ്മിനൂനൽ കാഫിരീന ഔലിയ, സത്യവിശ്വാസികൾ ഒരിക്കലും നിഷേധികളെ മിത്രങ്ങളായി സ്വീകരിച്ചു പോകരുത്. മിൻ ദൂനിൽ മുഅ്മിനീന, സത്യവിശ്വാസികളെ അല്ലാതെ, അഥവാ സത്യവിശ്വാസികളെ മാത്രമേ ആത്മമിത്രങ്ങളായി സ്വീകരിക്കാവൂ. വമൻ യഫ്അൽ ദാലിക്, ആരെങ്കിലും അങ്ങനെ ചെയ്താൽ, എങ്ങനെ ചെയ്താൽ? അവിശ്വാസികളുമായി ബന്ധുത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഫലൈസ മിനല്ലാഹി ഫീ ഷൈഇൻ, അല്ലാഹുവുമായി അവന് യാതൊരു ബന്ധവുമില്ല. ഇല്ലാ അൻ തത്തഖൂ മിൻഹും തുഖാതൻ, അവരോട് കരുതലോടെ വർത്തിക്കുകയാണെങ്കിൽ അല്ലാതെ, ഒരു സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുക എന്നല്ലാതെ. നമ്മൾ പഠിക്കേണ്ട ഒരു ആയത്താണ് സൂറത്ത് ആൽ ഇംറാൻ 28-ാമത്തെ ആയത്ത്. ഒരു ചെറിയ വിശദീകരണം പറയാനുണ്ട്. വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹു, അല്ലാഹനെ കൊണ്ട് തന്നെ നിങ്ങളെ പേടിപ്പിക്കുന്നു. വഇലല്ലാഹിൽ മസീർ, അല്ലാഹുവിലേക്കാണ് മടങ്ങേണ്ടത്. അള്ളാഹ് കൈകാര്യം ചെയ്യാൻ ഒരുങ്ങിയാൽ രക്ഷപ്പെടാൻ പറ്റില്ല. അള്ളാഹ് കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അത് മനസ്സിൽ വെച്ചോളൂ. ഒരിക്കലും കാഫറുകളുമായി മുഅ്മിനുകളെ കൂടാതെ നിങ്ങൾ ആത്മബന്ധം പുലർത്താൻ പാടില്ല. പിന്നെ ചില സമയത്ത് നമുക്ക് വെറുപ്പ് പ്രകടിപ്പിക്കാതിരിക്കാം. അതാണ് ഇല്ലാ അൻ തത്തഖൂ മിൻഹും തുഖാതൻ, അതൊരു ഇളവ് മാത്രമാണ്, അവിടെ സ്നേഹമല്ല. ഈ തഫ്സീർ ഇബ്നു കസീർ കാണാം, ഐ ഇല്ലാ മൻ ഖാഫ ഫി ബഅദിൽ ബുൽദാൻ അവിൽ ഔഖാത്ത് മിൻ ശർരിഹിം, ചില നാട്ടിൽ ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ ചില ഭയപ്പെടുന്ന സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വന്നാൽ അവരോട് ഈ വെറുപ്പ് കാണിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. ചില നാട്ടിൽ, എക്കാലത്തും അല്ല. അങ്ങനത്തെ ഒരു നാട്ടിൽ നിന്ന് പോകാൻ നോക്കണം. ഇതെക്കാലം സന്തോഷത്തോടു കൂടി ഇങ്ങനെ എന്ത് ചെയ്യുക, ഞങ്ങൾ ഇന്ത്യ രാജ്യത്താണ് ജീവിക്കാൻ പറ്റൂല. അങ്ങനെ ഒരു ഘട്ടം വന്നാൽ എന്ത് ചെയ്യുക, അതെങ്ങനെയാന്നുള്ളത് കണ്ടോളി. അപ്പൊ എന്ത് ചെയ്യുക, അത് ചെയ്യാം. അവരോട് പുറത്ത് വെറുപ്പ് കാണിക്കാതെ അകത്ത് വെറുപ്പ് തന്നെ സൂക്ഷിക്കണം. അപ്പൊ 100% കാണിക്കാൻ പറ്റൂല. അമർഷം ഉണ്ടെന്ന് തോന്നും, എന്നാൽ പ്രകടിപ്പിക്കൂല. പ്രകടിപ്പിക്കാൻ പറഞ്ഞ ആ രൂപത്തിൽ തന്നെ പ്രകടിപ്പിക്കൂല. എന്നിട്ട് ബുഖാരിൽ ഒരു ഹദീസ് ഇബ്നു കസീർ എടുത്തു കൊടുത്തു. സ്വഹീഹ് ബുഖാരി ഹദീസ് അതാ, അൻ അബി ദർദാ, അബൂ ദർദാ പറഞ്ഞു, ഇന്നാ ലനക്സിറു ഫി വുജൂഹി അഖ്വാമിൻ, ചില ആളുകളെ കാണുമ്പോൾ ഞങ്ങൾ പല്ല് വെളിപ്പെടുത്തി ചിരിക്കാറുണ്ട്. വൈന ഖുലൂബനാ ലതൽഅൻഹും, ഞങ്ങളുടെ ഹൃദയങ്ങൾ അവരെ ശപിക്കുകയായിരിക്കും. മനസ്സിലായില്ലേ? നമ്മൾ വളരെ ന്യൂനപക്ഷമായി നിൽക്കുകയും മറ്റവരായുധവുമായി നമ്മളെ കൊല്ലാൻ നിൽക്കുകയും ചെയ്യുന്ന നേരത്ത് ചിരിച്ചിട്ടില്ലെങ്കിൽ അവർ നമ്മളെ ആക്രമിച്ച, അല്ലെങ്കിൽ ചിരിക്കുന്നത് പോലും സൂക്ഷിച്ചിട്ടേ പാടുള്ളൂ. പരിമിതി ഉണ്ട്. എപ്പോഴാണ് ചിരിച്ചെന്ന് പറഞ്ഞിട്ടാണ് ചില ജനങ്ങളോട് മാത്രം ഞങ്ങൾ ചിരിക്കാറുണ്ടായിരുന്നു, പേടിച്ചിട്ട് അവരോട്. മനസ്സിലായില്ലേ? പക്ഷേ വൈന ഖുലൂബനാ ലതൽഅൻഹും, ഞങ്ങളുടെ കൽബ് അവരെ ശപിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ബന്ധത്തിന്റെ സ്വഭാവം മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ഒരു ബന്ധമല്ലാതെ ഇഴുകിച്ചേർന്ന ബന്ധമുണ്ടല്ലോ. അടുക്കളവാതിലൂടെ കയറി വരാൻ പറ്റിയ ബന്ധമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അയൽവാസിയായി ഒറ്റ യോഗ്യതയാണ്. ആ കാരണം കൊണ്ട് കാഫറിന്റെ ആൾക്കാരും കുഫറിന്റെയും വിദേഹത്തിന്റെ ഒക്കെ ആൾക്കാർ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ നിരങ്ങാണ്. അനുവദിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അത് ഏത് രൂപത്തിലാണ് തടയണമെന്ന് വെച്ചാൽ ആ രൂപത്തിൽ തടയണം.
ഇനി ഒരായത്തും കൂടി ആ വിഷയം ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് ഉള്ളൂ. പിന്നെ ആ വിഷയത്തിൽ എന്താ ഉള്ളത്? മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനിഹി, വിശ്വസിച്ചതിന് ശേഷം അള്ളാഹുവിൽ കുഫർ വെച്ച് പുലർത്തുന്ന അവിശ്വസിക്കുന്നത് ആരാണോ, വിശ്വാസത്തിന് ശേഷം കുഫറിലേക്ക് പോകുന്ന ആരാണോ, ഇല്ലാ മൻ ഉക്രിഹ, നിർബന്ധിതമായതിന്റെ പേരിലല്ലാതെ. അത് കുഫർ കൊണ്ടുവരാന്നല്ല, ഹൃദയത്തിൽ ഒരു ഹൃദയത്തിൽ വിശ്വാസം തന്നെയാണ്. വഖൽബുഹു മുത്മയിന്നുൻ ബിൽ ഈമാൻ, ഖൽബിൽ ഈമാൻ കൊണ്ട് സമാധാനം അടഞ്ഞതാണ്. പുറത്ത് ചിലപ്പോൾ കുഫറിന്റെ വാക്ക് പറയേണ്ടി വരും. ആർക്ക് സംഭവിച്ച പോലെ? അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു സംഭവിച്ച പോലെ. വലാകിൻ മൻ ശറഹ ബിൽ കുഫ്രി സദറൻ ഫഅലൈഹിം ഗളബുൻ മിനല്ലാഹ് വലഹും അദാബുൻ അദീം, മറിച്ച് അവിശ്വാസം തുറന്ന മനസ്സോടുകൂടി സ്വീകരിച്ചവരാരോ അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള കോപമുണ്ടായിരിക്കും, അവർക്ക് വമ്പിച്ച ശിക്ഷയും ഉണ്ടായിരിക്കും. അപ്പൊ അവിശ്വാസം തുറന്ന് സ്വീകരിക്കാൻ പറ്റും. അവൻ അവിശ്വാസിയാണെങ്കിലും മുസ്ലിമിനോട് പെരുമാറുന്ന മാതിരി തന്നെ അങ്ങേടത്തെ വിശ്വാസത്തോടെ നമ്മൾ പെരുമാറിയാൽ അള്ളാഹ് കോപിക്കും, അള്ളാഹിന്റെ ശിക്ഷയുണ്ടാകും. എന്താ കാരണം? ദാലിക ബിഅന്നഹും ഇസ്തഹബ്ബുൽ ഹയാത്ത ദുനിയ അലൽ ആഖിറ, അവൻ ആഖിറത്തിനേക്കാൾ ദുനിയാവിനെ സ്നേഹിച്ചു. വഅന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ, കാഫിറുകളെ അള്ളാഹ് ഒരിക്കലും, കാഫിറുകളായ ജനതയെ അള്ളാഹ് ഹിദായത്തിലാക്കുകയില്ല. സൂറത്തുൻ നഹ്ൽ 17-ാമത്തെ സൂറത്ത് 106, 107 ആയത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തിനാണ് നമ്മൾ അവിശ്വാസികളായിട്ട് ഇങ്ങനെ കൂടുതൽ അടുത്തിടപഴകുന്നത്? ദുനിയാവിന് വേണ്ടിയാണോ ആഖിറത്തിന് വേണ്ടിയാണോ? ദുനിയാവിന് വേണ്ടി. അതാ ഇസ്തഹബ്ബുൽ ഹയാത്ത ദുനിയ അലൽ ആഖിറ, ആഖിറത്തിനേക്കാൾ ദുനിയാവിനെ സ്നേഹിച്ചതിന്റെ പേരിൽ നിങ്ങൾ എന്ത് ചെയ്തു? അവിശ്വാസിയോട് ആത്മബന്ധം പുലർത്തി. അത് സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൂറത്തുൻ നഹ്ലിലെ 106, 107 ആയത്തുകൾ. ഇനി ഞാൻ കഴിഞ്ഞ ആഴ്ച ഓതിയ ആയത്തുകൾ കൂടി ഓർമ്മിപ്പിക്കാൻ അവസാനിപ്പിക്കുകയാണ്. വലാ തർക്കനു ഇലല്ലദീന ളലമു ഫതമസ്സകുമുന്നാർ, ളുൽമ് പ്രവർത്തിക്കുന്നവർ, ശിർക്ക് ചെയ്യുന്നവരോട് ചായ്വ് കാണിക്കരുത്, ആനുകൂല്യം കാണിക്കരുത്. നിങ്ങൾ ചെയ്ത് എനിക്ക് കുഴപ്പമില്ല എന്ന് പോലും അവർക്ക് തോന്നരുത്. എനിക്ക് കുഴപ്പമുണ്ട്, തടയാൻ അധികാരമില്ലാത്തവനെ തടയാത്തന്നെ തോന്നാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? എനിക്ക് അധികാരം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ ശിർക്ക് ഞാൻ തടയുമായിരുന്നു എന്നേ ഒരു മുസ്ലിമിനെ പറ്റി ആർക്ക് തോന്നാൻ പാടുള്ളൂ, ഒരു കാഫിറിന് തോന്നാൻ പാടുള്ളൂ. അങ്ങനെ അല്ലാത്ത പക്ഷം ഫതമസ്സകുമുന്നാർ, നരകാഗ്നി നിങ്ങളെ സ്പർശിക്കും. വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ ഔലിയ, അള്ളാഹുവിനെ കൂടാതെ മറ്റു മിത്രങ്ങൾ നിങ്ങൾക്കുണ്ടാവുകയില്ല. സുമ്മ ലാ തുൻസറൂൻ, പിന്നെ ആരാലും നിങ്ങൾ സഹായിക്കപ്പെടുകയുമില്ല. 11-ാമത്തെ സൂറത്ത് ഹൂദിലെ 113-ാമത്തെ ആയത്ത്. ശിർക്ക് ചെയ്യരുത് എന്നല്ല, ശിർക്ക് ചെയ്യുന്നവരോട് ചായ്വ് കാണിക്കരുത്. വലാ തർക്കനു, അവനോട് ആനുകൂല്യം കാണിക്കരുത്, അവന് വിട്ടു നിൽക്കണം എന്നാണ് പറഞ്ഞതിനർത്ഥം. അടുത്തത്, യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും അൻ ദീനി, ഓ വിശ്വാസികളെ, ദീനിൽ നിന്ന് ആരെങ്കിലും മുർത്തദ്ദായാൽ ഫസൗഫ യഅ്തില്ലാഹു ബിഖൗം, അല്ലാഹ് വേറെ ഒരു ജനതയെ കൊണ്ടുവരും. യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, അവരെ അവൻ ഇഷ്ടപ്പെടും, അവർ അവനെയും ഇഷ്ടപ്പെടും. അവരുടെ സ്വഭാവം കേട്ടോളി. അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളോട് മൃദു സ്വഭാവമുള്ളവരും, ഐസത്തിൻ അലൽ കാഫിരീൻ, കാഫിറുകളോട് കഠിനന്മാരുമായിരിക്കും. അവർ രണ്ട് മനസ്സാണ്. സത്യവിശ്വാസികളോട് കാണിക്കുന്ന തുറന്ന മനസ്സാരോട് കാണിക്കേണ്ടതില്ല, ഒരു കാഫിറിനോട് കാണിക്കേണ്ടതില്ല. ഇത് ഖുർആനാണ് കൂട്ടരെ. സൂറത്തു നിസായിലെ, സൂറത്തു മാഇദയിലെ 54-ാമത്തെ ആയത്താണ്. 5-ാമത്തെ സൂറത്തിലെ 54-ാമത്തെ ആയത്താണ്. അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ ഐസത്തിൻ അൽ കാഫിർ, അതാണ് വലാ ബറാ. മനസ്സിലായില്ലേ? ഒന്ന് മൃദു സ്വഭാവം, ഒന്ന് പരുഷ സ്വഭാവം. എന്നിട്ടോ യുജാഹിദൂന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നവരാണവർ. വലാ യഖാഫുന ലൗമത ലായിം, ചുറ്റുപാടുമുള്ളവരുടെ ആക്ഷേപത്തെ അവർ ഭയപ്പെടുന്നില്ല. ആളുകൾ പറയാനെന്ന് പറഞ്ഞോട്ടെ. ദാലിക ഫദ്ലുല്ലാഹ്, അള്ളാഹുവിന്റെ ഔദാര്യം അത്രേ അത്, ഈ ഒരു അവസ്ഥക്ക് ദർജയിലെത്തുക എന്നുള്ളത്. യുഅ്തീഹി മൻ യശാ, അള്ളാഹുവിന് ഉദ്ദേശിക്കുന്നവർക്കാണ് ദർജ കൊടുക്കുക. വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു വിശാലതയുള്ളവനും സർവജ്ഞനുമാകുന്നു. സൂറത്തു നിസായിലെ 133-ാമത്തെ ആയത്ത്. നമ്മളിങ്ങനെ അള്ളാഹിനെ പറഞ്ഞ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരാണെങ്കിലോ, ഇൻ യശയുദ്ഹിബുക്കും അയ്യുഹന്നാസ് വയത്തി ബിആഖിരിൻ, നിങ്ങൾ അള്ളാഹ് നീക്കും, വേറൊരു ജനതയെ കൊണ്ടുവരും. അഹ്ലുസുന്നത്തും സലഫിയത്ത് നിലനിർത്താൻ അള്ളാഹ് എന്ത് ചെയ്യും? നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളെ അങ്ങോട്ട് അള്ളാഹ് മാറ്റിവെക്കും, വേറെ ഒരു ടീമിനെ അള്ളാഹ് കൊണ്ടുവരും. അവരെന്ത് ചെയ്യും? ഈ സലഫിയത്തുമായി ശരിയായ വഴിയിലൂടെ വലാവും ബറാവും പാലിച്ചുകൊണ്ട് ജീവിക്കും. സൂറത്തു നിസായിലെ 133-ാമത്തെ ആയത്ത്, അല്ല 100 ആയത്ത്. ഇതേ വിഷയം സൂറത്ത് ഇബ്രാഹിമിലെ 19-20 ആയത്തുണ്ട്. നിസായിലെ 133 വിഷയം മറ്റൊരു വചനം. ഇൻ യശ യുദ്ഹിബുക്കും, അവൻ ഉദ്ദേശിച്ചാൽ അവൻ നിങ്ങളെ പോക്കും. എന്നിട്ടോ വയത്തി ബി ഖൽഖിൻ ജദീദ്, പുതിയൊരു ജനതയെ അവൻ കൊണ്ടുവരും, പുതിയ ജനതയെ അവൻ കൊണ്ടുവരും. എന്നിട്ടോ വമാ ദാലിക അലല്ലാഹി ബി അസീസ്, അള്ളാഹുവിന് അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. വലിയൊരു താക്കീതാണ്. നമ്മൾ ഈ അഹ്ലുസുന്നത്ത് നിലപാട് മുറുകെ പിടിച്ച് വലാവും ബറായിന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കാൻ തയ്യാറല്ലെങ്കിൽ നമ്മളെ അങ്ങോട്ട് അള്ളാഹ് വിടും. എന്തിന്? നരകത്തിലേക്ക് പോകാൻ. എന്നിട്ട് അള്ളാഹ് ഈ സ്വർഗം ഉൾക്കൊള്ളാനും അതിലേക്ക് ക്ഷണിക്കാനും വേണ്ടി വേറെ ഒരു സംഘത്തെ കൊണ്ടുവരും. നമ്മൾ പറ്റൂല, വേറെ ഒരു സംഘമാണ് വേണ്ടത് എന്നുള്ള തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളെ കാര്യം അപകടമാണ്. നന്നായി സൂക്ഷിക്കണം. സൂറത്ത് ഇബ്രാഹിം 14-ാമത്തെ സൂറത്ത് 19-20 ആയത്ത്. സ്വാദ് സൂറത്തിൽ 28-ാമത്തെ ആയത്ത്. അടുത്തത്, അം നജഅലുല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് കൽ മുഫ്സിദീന ഫിൽ അർദ് അം നജഅലുൽ മുത്തഖീന കൽ ഫുജ്ജാർ, സത്യവിശ്വാസികളും സൽക്കർമ്മികളുമായിട്ടുള്ളവരെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ നാം ആക്കുമെന്നാണോ? മുത്തഖികളെ
അധർമ്മികളെ പോലെ നാം ആക്കുമെന്നാണോ? ആണോ? അല്ല. മുത്തഖികൾ വേറെ, അധർമ്മികൾ വേറെ. ഈമാനും അമലുസാലിഹുള്ളവർ വേറെ, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവർ വേറെ. അതുകൊണ്ട് രണ്ടും വ്യത്യാസമുണ്ട്. ഈ ഫസാദ് ഉണ്ടാക്കുന്നവരോട് ബന്ധം പാടില്ല. മനസ്സിലായില്ലേ? കള്ളുടിയന്മാരോട് ബന്ധം പുലർത്താൻ നമുക്ക് കഴിയോ? കഴിയില്ല. എന്താ കാരണം? കള്ളുടിയനാണ്. മനസ്സിലായില്ലേ? കള്ളുടിയേക്കാളും വലിയ കുറ്റാണെന്ത്? ഷിർക്ക്. അതിനേക്കാളും വലിയ കള്ളുടിയേക്കാളും വലിയ കുറ്റാണ്, വ്യഭിചാരത്തെക്കാളും വലിയ കുറ്റാണെന്ത്? പലിശ. അപ്പം പലിശ ഇടപാടും അതേപോലെ ഷിർക്കിന്റെ പ്രവർത്തനങ്ങളും തോന്നിവാസവും വൻകുറ്റങ്ങൾ, കള്ളുകുടി, വ്യഭിചാരം തുടങ്ങിയിട്ടുള്ള സ്വർഗഭോഗം തുടങ്ങിയിട്ടുള്ള തോന്നിവാസങ്ങൾ, ഹറാമ്, ഇതൊക്കെ ചെയ്യുന്ന ആളുകളുമായി ആത്മബന്ധം പുലർത്താൻ ആർക്ക് സാധ്യമല്ല? അത് അവന്റെ വിശ്വാസമായിട്ട് പോയിക്കോട്ടെ. അങ്ങനെ നാട്ടിലുള്ളവർ അവരുടെ വിശ്വാസവുമായി പോയിക്കൊള്ളട്ടെ എന്ന് ചിന്തിക്കുന്നവൻ അല്ല മുസ്ലിം. അവർ നിർബന്ധ ബുദ്ധിയോടുകൂടി ഇസ്ലാമിലേക്ക് വരണമെന്ന് ചിന്തിക്കുന്നവനാണ് മുസ്ലിം. അപ്പൊ ദഅവാ രംഗത്ത് നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് വരണം. അതിനാദ്യം വേണ്ടത് അറിവ് സ്വന്താക്കലാണ്. എന്നാലേ ശരിയായ കരുത്തോടു കൂടി ദഅവത്ത് നടത്താൻ പറ്റുള്ളൂ. അവിടെ നന്നായി അറിയുകയും പഠിക്കുകയും അതോടൊപ്പം തന്നെ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ നിരതമായിരിക്കണം. സർവശക്തനായ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. ربنا أجرنا من النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم.